യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും സ്വാഗതം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നുള്ള പുസ്തകം എഴുതിയ ബാബു പണിക്കറാണ് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ നിർമ്മാണ രംഗവുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ പണം ചെലവഴിച്ചത്. അന്ന് സിനിമാ നിർമ്മാണത്തിൽ നിന്ന് 1 രൂപ പോലും, ഇറക്കിയ പൈസയിൽ 1 രൂപ പോലും തിരിച്ച് കിട്ടാത്ത ബാബു പണിക്കർ 1 രൂപ പോലും ചെലവഴിക്കാതെ തയ്യാറാക്കിയ ഒരു പുസ്തകമാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നുള്ളത്. ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ 1 രൂപ പോലും കിട്ടാത്ത സിനിമാ നിർമ്മാണ രംഗത്ത് നിന്ന് പിൻവലിഞ്ഞ അദ്ദേഹം 1 രൂപ പോലും ചെലവാക്കാതെ എഴുതിയ പുസ്തകം ഇനിയും തുടർന്നും പുസ്തകങ്ങൾ എഴുതുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കടമ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ പുസ്തക രചനയുടെ രചയിതാവായ ശ്രീ ബാബു പണിക്കരുടെ നാട്ടുകാരൻ കൂടിയായ ശ്രീ ഡോക്ടർ എസ് സോമനാഥ്, മുൻ ISRO ചെയർമാനാണ് ഇന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ ശ്രീ സോമനാഥൻ സാറിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ഡൽഹി മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ അല്ലെങ്കിൽ കൂടി മലയാളികളുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരം ആയ മലയാള ഭാഷയുടെ സ്വന്തം മുകുന്ദേട്ടനാണ് ഇന്ന് ഈ ചടങ്ങിൽ മുഖ്യാതിഥി. അദ്ദേഹത്തെ ഹാർദവമായി നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ കൂടിയായ അനീഷ് രാജൻ, എഴുത്തുകാരനല്ലെങ്കിൽ ഒരു നല്ല നർത്തകനും സാംസ്കാരിക രംഗത്തെ വളരെയേറെ പ്രോത്സാഹിപ്പിക്കുന്ന ശ്രീ അനീഷ് രാജൻ, കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ഡയറക്ടറാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അവിചാരിതമായിട്ടാണെങ്കിലും ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിട്ടുള്ള, ആശംസ പറയാൻ എത്തിയിട്ടുള്ളത് കൊച്ചി മെട്രോയുടെ MD കൂടിയായ ബെഹ്റ സാറാണ്. ലോക്നാഥ് ബെഹ്റ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഡൽഹി പോലീസിലെ സ്പെഷ്യൽ കമ്മീഷണർ കൂടിയായ കാമരാജ് സാർ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും മാധ്യമപ്രവർത്തകർക്കും സ്വാഗതം ചെയ്ത് ഞാൻ നിർത്തുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി കുര്യൻ ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു. വേദിയെ അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ സോമനാഥ്, പ്രിയപ്പെട്ട മുകുന്ദൻ മാഷെ, പ്രിയ അനീഷ്, മിസ്റ്റർ ബെഹ്റ, മിസ്റ്റർ കാമരാജ്, സുധീർ, പിന്നെ നമ്മളിവിടെ എല്ലാം ഒരുമിച്ച് വിടാൻ കാരണക്കാരനായ പ്രിയപ്പെട്ട ബാബു പണിക്കർ, അദ്ദേഹത്തിന് പുസ്തകം എഴുതാൻ പ്രചോദനം നൽകിയ കുടുംബാംഗങ്ങളെ, ഈ വേദിയിലിരിക്കുന്നവരെ പോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഈ പ്രൗഢ ഗംഭീരമായ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബാബു പണിക്കർ കൈവയ്ക്കാത്ത ഒരു മേഖല ഒരു പുസ്തകം എഴുത്തായിരുന്നു. അദ്ദേഹം ആ കടുംകൈ ഇപ്പോൾ ചെയ്തതുകൊണ്ടാണ് നമുക്കതിവിടെ വന്ന് ചേരേണ്ടി വന്നത്. പക്ഷെ അത് സൂചിപ്പിച്ച മാതിരി അതൊരു
തുടക്കം മാത്രമായിട്ടുള്ളൂ. നമ്മുടെ ഒരു മുദ്രാവാക്യമുള്ള ഒരു സൂചന മാത്രമാണ്. ഇനിയും ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതും. കാരണം ഒരുപാട് സഞ്ചരിക്കുന്നയാളും സഞ്ചരിക്കുമ്പോൾ ഭാവന പടരുന്ന ആളും. അദ്ദേഹം പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഭാവന ചിറകി വിരിക്കുന്നത് സഞ്ചരിക്കുമ്പോഴാണ്. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പറയുമായിരുന്നു, ഞങ്ങൾ ഒരുപാട് ഈ ജഡ്ജിമാരായിരുന്ന സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സുഹൃത്ത് മാത്രം പറയും, ഞാൻ ഒരിക്കലും ആകാശത്തിരുന്ന് വായിക്കില്ല. കാരണം ആകാശത്ത് അത്രയും ഉയരത്തിരിക്കുമ്പോൾ എന്തുമാത്രം ഭാവന ചിറകി വരിക്കാനായിട്ടുള്ള പ്രഷർ നമുക്ക് ഭൂമിയിൽ നിന്നുണ്ട്. അതുകൊണ്ട് ആ സമയം, വിലപ്പെട്ട സമയം വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല. നമ്മളിതുപോലെ പറന്നുകൊണ്ടിരിക്കണം. നമ്മുടെ വിമാനം പറക്കുന്ന വേഗത്തിൽ നമ്മുടെ ചിന്തയും പറക്കണം. അതാണ് ജീവിതത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷം. ബാബു ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒന്ന് അടുക്കി പെറുക്കിയെടുത്ത് വളരെ മനോഹരമായിട്ട് മലയാളികൾക്ക് മാത്രമല്ല, ഇനി ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും വരും, ഉറപ്പാണ്. കാരണം യാത്രാ വിവരണങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ സാമാന്യേന കുറവാണ്. അതുകൊണ്ട് അതിലൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും വരും. കാരണം അദ്ദേഹത്തിൻ്റെ സ്കൂളുകളിലൊക്കെ ഇത് ഒരുപാട് പേർക്ക് സഹായകമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് ബസ് യാത്ര ചെയ്തിട്ടുള്ള, അവിടെ ഇരിക്കുന്ന പലരും ബസ് യാത്ര ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഈ ബസ്സിൽ കയറുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, കൈയും തലയും പുറത്തിടരുത്. രണ്ടാമത്തെ, പുക വലിക്കരുത്. ഇത് 2 കണ്ടിട്ടുള്ളൂ. മൂന്നാമത്തെ ഒരെണ്ണം ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഞാൻ കണ്ടിട്ടുള്ളൂ. 3 കാര്യങ്ങളാണ് ബസ്സിൻ്റെ മുൻവശത്ത് ഉണ്ടാവണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ യാത്രയിൽ എൻ്റെ അടുത്തിരുന്ന്, എൻ്റെ ബസ് യാത്ര ചെയ്യാൻ ഒരുപാട് താമസിച്ചാണ് ഞാൻ ബസ് യാത്ര ചെയ്തത്. അതുവരെ കാൽനടയാത്രയായിരുന്നു. ബാബു ഒരു കാൽനടയാത്രയെക്കുറിച്ച് പറഞ്ഞിട്ട്, കാല് നടയാകുമ്പോഴാണ് കാൽനടയാത്ര ആകുന്നത്. അപ്പോൾ ബസ്സിൽ കയറി ആദ്യത്തെ യാത്ര ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ അടുത്തിരുന്നൊരു കൊച്ചു ചോദിച്ചു, അപ്പോൾ കാല് പുറത്തിടാല്ലെന്ന് ചോദിച്ചു. കയ്യും തലയാലും പുറത്തിടാൻ പാടില്ലല്ലോ, കാല് പുറത്തിടാൻ പറ്റുമൊന്നുമില്ല. ആ കൊച്ചത് ചോദിക്കാനൊരു കാരണമുണ്ട്. കൊച്ചിൻ്റെ മുമ്പിൽ സീറ്റിലിരുന്ന ഒരാൾ വളരെ വിശാലമായ ചാരി കിടന്നിട്ട് കാല് രണ്ടും അത് പുറത്തേക്ക് ഇട്ടിട്ട്, മിക്കവാറും ആ ജനലിൻ്റെ അവിടെ കാല് പുറത്തേക്ക് ഇട്ടിട്ടാണ് ഈ കൊച്ച് ഈ കാഴ്ച കാണുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം ചോദിക്കുന്ന കൊച്ചു ചോദിച്ചൊരു ചോദ്യമാണ്, അപ്പോൾ കാല് പുറത്തേക്ക് ഇടാൻ പറ്റുന്നതില്ലായിരിക്കും. നമ്മുടെ ഇതിനകത്ത് ഒരു ചാപ്റ്റർ ജീവിതയാത്രയെക്കുറിച്ചാണ്. ഈ ജീവിതയാത്രയിൽ സംഭവിക്കാവുന്ന ഒരു അപകടമാണ് അനാവശ്യമായിട്ടുള്ള ഈ കൈയും തലയും പുറത്തിടുക എന്ന് പറയുന്നത്. കൈയും തലയും എവിടെ ഇരിക്കണമോ അവിടെ ഇരുന്നാൽ തന്നെ ഒരുപാട് ജീവിതയാത്രകൾ സുഖകരമായി നടത്താൻ പറ്റും. അത് അനാവശ്യമായിട്ട് കൈ പുറത്തിടുമ്പോഴും തല പുറത്തിടുമ്പോഴും അന്യൻ്റെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടുമ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കി ഇടപെടുമ്പോഴൊക്കെയാണ് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അതൊന്നും സംഭവിക്കാതിരിക്കാൻ ജീവിതയാത്ര മനോഹരമായിട്ട് നടത്താനായിട്ട് ഈ അന്നത്തെ ആ എഴുത്ത് സഹായകമാകും. അദ്ദേഹത്തിൻ്റെ അടുത്ത പുസ്തകം മിക്കവാറും കൈയും തലയും പുറത്തിടരുത് എന്നാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഒന്ന്, പുക വലിക്കരുതെന്നാണ്. അനാവശ്യമായിട്ടുള്ള വേറെ ഒന്നും അകത്തേക്ക് വലിച്ചു കയറ്റായിരുന്നാൽ തന്നെ മനസ്സ് സ്വസ്ഥമാവും. മനസ്സ് നന്നായാലേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. മനസ്സ് നന്നായാലും ഒരാൾക്ക് മഹാനാവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണല്ലോ താരാട്ട് പാട്ട് മനസ്സ് നന്നായി പറയണം, മഹാനാവണമെന്ന് പാടാനുള്ള കാരണം തന്നെ അതാണ്. മനസ്സ് നന്നായില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിന് സ്വസ്ഥത ഉണ്ടാവില്ല. മനസ്സിനെ അശുദ്ധമാക്കുന്നത്, മനസ്സിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിലേക്ക് കയറ്റി വയ്ക്കുമ്പോഴാണ്. അത് പുറത്തു നിന്നും നമ്മൾ വലിച്ചു കയറ്റുന്നതാണ്. ഒരു പുകയും സ്വയമേ അകത്ത് കയറുകയല്ല. മനസ്സിനെ അശുദ്ധമാക്കുന്ന, മനസ്സിൽ നമ്മൾ വലിച്ചു കയറ്റുന്ന കാര്യമല്ല. മനസ്സിനാൽ തന്നെ ഒരിക്കലും അശുദ്ധമാവില്ല. അപ്പോൾ മനസ്സിനെ മലീമനസ്സമാക്കുന്നത് നമ്മൾ അനാവശ്യമായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടാത്ത കാര്യങ്ങൾ അകത്തേക്ക് കയറ്റിവിടുമ്പോഴാണ്. അത് പുക വലിക്കരുതെന്നുള്ളൊരു സന്ദേശം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം അത് തന്നെയാണ്. മൂന്നാമത്തെ, ഇപ്പോഴത്തെ യാത്രകളുടെയൊക്കെ ഒരു വലിയ പ്രത്യേകത, നമുക്ക് സോ വാട്ട്, എന്ത് സംഭവിക്കാൻ, ഇപ്പം സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം, ഇട്ടില്ലെങ്കിൽ എന്താ, അടുത്ത ചോദ്യം അതാണ്. എന്ത് നിർദ്ദേശം തന്നാലും അത് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവം, ചെയ്തില്ലെങ്കിൽ എന്താണെന്നുള്ളത് സംഭവിക്കുമ്പോൾ കാണാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് ജീവിതയാത്രയിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പിള്ളേർക്ക്, നമ്മുടെ ആളുകൾക്കൊക്കെ ഇന്ന് ത്രില്ല് അല്ലെങ്കിൽ അഡ്വഞ്ചർ, ഈ 2 വാക്കുകളാണ്. ഇതിൻ്റെ സ്ഥാനത്ത് വരേണ്ട ഒരു വാക്ക് യഥാർത്ഥത്തിൽ പാഷൻ എന്നുള്ളതാണ്. ഈ പാഷൻ എന്നുള്ള വാക്കിൻ്റെ 3 ഭാഷ സംസാരിക്കുമ്പോൾ ഈ 3 വാക്കിൻ്റെ നല്ല മലയാളം പറയും. എനിക്ക് നല്ല മലയാളം പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ എന്നാൽ പോലും തത്തുല്യമായ മലയാള ഭാഷ വാക്ക് ഇപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ്.
അപ്പം അങ്ങനെ ഒരു പാഷൻ നമുക്കില്ല. അപ്പോൾ ഈ ബാബു പണിക്കരുടെ ജീവിതത്തിൻ്റെ ഒരു വിജയം ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹം ത്രില്ലിൻ്റെയും അഡ്വഞ്ചറിൻ്റെയും പുറകെയല്ല പോയിട്ടുള്ള ഒരു പാഷനെ അദ്ദേഹം പെർസ്യൂ ചെയ്തിട്ടുള്ള ഒരു പാഷൻ്റെ പിന്നാലെ പോയിട്ടാണ് താൻ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തൻ്റെ ആത്മാർപ്പണം തന്നെ മുഴുവനായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണമായ വിജയം തന്നെ ഉണ്ടാവണം എന്നുള്ളൊരു പാഷൻ അദ്ദേഹത്തെ എപ്പോഴും മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അദ്ദേഹം എൻ്റെ നാടായ കാലടിയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ആദ്യത്തെ ചാപ്റ്റർ ആരംഭിക്കുന്നത് തന്നെ. അത് അവസാനിപ്പിക്കുന്ന ഭാഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അധിക പ്രസംഗം അവസാനിപ്പിച്ചോളൂ. അത് അവസാനിപ്പിക്കുന്നത് ഈ ആശയങ്ങൾ കൊണ്ടും അറിവുകൾ കൊണ്ടും യാത്ര സമ്പുഷ്ടമാക്കാമെന്നാണ്. ജീവിതത്തിൽ പിന്നെ നമ്മുടെ ഓംചേരി മാസ്റ്ററെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഇവിടെ സൂചിപ്പിച്ചിരുന്ന പുസ്തകത്തിനകത്ത് ഈ യാത്രയിൽ മടങ്ങിപ്പോകേണ്ടതായിട്ട് ആരുമില്ല. ഒരിക്കൽ നമ്മുടെ വിസയുടെ കാലാവധി എക്സ്പയർ ആവും. വിസയുടെ കാലാവധി എക്സ്പയർ ആയി കഴിഞ്ഞാൽ ചങ്ങലക്കിടാതെ യാത്ര മടങ്ങിപ്പോകാൻ സാധിച്ചാൽ വലിയ ഭാഗ്യമെന്ന് കരുതിച്ചാൽ മതി. അങ്ങനെ ചങ്ങലയില്ലാതെ മടങ്ങിപ്പോകാൻ തക്കവണ്ണം ജീവിതയാത്ര സുഖകരമാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ആശയവും അറിവും പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം അവസാനത്തെ വാക്ക് പറയാൻ അദ്ദേഹം വിട്ടുപോയത് കൂട്ടിച്ചേർക്കാനാണ് ഞാനത് ഈ സമാപന വാക്ക് ഉപയോഗിക്കുന്നത്. സൗഹൃദമാണ്. സൗഹൃദത്തെക്കുറിച്ച് ഒരു ചാപ്റ്റർ അതിനകത്തുണ്ട്. പക്ഷേ അവസാനിപ്പിക്കുന്ന ഭാഗത്ത് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ സമ്പാദിക്കാൻ സാധിക്കുന്നത് നല്ല സൗഹൃദങ്ങൾ മാത്രമാണ്. ആ സൗഹൃദങ്ങളുടെ ഒരു സമ്പുഷ്ടിയാണ് ഞാനിന്നിവിടെ ഈ നിറഞ്ഞ സദസ്സിൽ ഈ ഇരിക്കാനും നിൽക്കാനും പറ്റാതെ അപ്പുറം ഇപ്പുറമായിട്ട് നിൽക്കുന്ന ഈ സദസ്സിൽ ഞാൻ കാണുന്നത്. അങ്ങനെ നല്ല സൗഹൃദങ്ങൾ വളർത്തുന്ന കാര്യത്തിൽ ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു നല്ല മനുഷ്യനാവാൻ ജീവിതയാത്രയിൽ നമുക്ക് ഒരു നല്ല മനുഷ്യനാവാൻ കഴിയാന്നുള്ള ഒരു അത്ര എളുപ്പമല്ല. അദ്ദേഹത്തിന് ശത്രുക്കൾ ഡൽഹിയിലല്ല കേരളത്തിലല്ല എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പണികളാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം വിഷമകരമായ സംഘടന ഒരിക്കലും ശത്രുക്കളെ സൃഷ്ടിക്കില്ല. എല്ലാ ശത്രുക്കളെയും മിത്രങ്ങളാക്കാൻ കഴിയുന്ന ഒരു അപാരമായിട്ടുള്ള ഒരു കാന്തമാണ് ഈ ബാബു എന്ന് പറയുന്നത്. എല്ലാവരെയും തന്നോട് ചേർത്ത് നിർത്താനായിട്ട്. എന്നാൽ ആരുടെയും മെക്കെട്ട് ബാബുവിട്ട് പോവുമില്ല. അതാണ് ബാബുവിൻ്റെ വേറൊരു വലിയ ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ട് ആർക്കുമില്ല. വേണ്ടാത്ത സ്ഥലത്തേക്ക് ബാബുവില്ല. പക്ഷെ എല്ലാവരും അപ്പോൾ അതുകൊണ്ട് അറിവും ആശയവും സൗഹൃദവും നമ്മുടെ യാത്രകളിൽ നമുക്ക് കൂട്ടായിട്ടുണ്ടാവട്ടെ. യാത്രകളിലാണ് ഒരുപാട് സൗഹൃദങ്ങൾ വളരുന്നത്. നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് എനിക്ക് സമയം കിട്ടി ഞാൻ പറഞ്ഞു ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള യാത്രകളിലാണ്. ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വരുന്നതും യാത്രകളിലാണ്. കാരണം യാത്രയുടെ സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പം പല വിചാരം കൂടാതെ ഏകവിചാരത്തോടുകൂടി സൗഹൃദ സംഭാഷണം വളരെ ലളിതമായിട്ട് നടത്താനായിട്ടും യാത്ര സഹായകമാവും എന്നുള്ള അദ്ദേഹത്തിൻ്റെ അടിക്കുറിപ്പിന് ഒരു അടിവര ഇട്ടുകൊണ്ട് ഞാൻ ബാബുവിന് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഇനി യാത്രക്കാരുടെ അശ്രദ്ധ മൂലം എന്നുള്ളൊരു പുസ്തകം ആവട്ടെ അടുത്തത് എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് യാത്രക്കാരുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങൾ ഒരുപാട് അദ്ദേഹം അപകടങ്ങളെക്കുറിച്ച് കണ്ടു കാണും. യാത്രക്കാരുടെ അശ്രദ്ധ മൂലം സംഭവിക്കുന്നു. അപ്പോൾ ഇന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞത് നാളെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചൊരു സൂചന കൂടി അടുത്ത പതിപ്പിൽ ഉണ്ടാവട്ടെ എന്നും കൂടെ ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകത്തിനും ഇതിൻ്റെ രചയിതാവിനും ഇതിൻ്റെ വായനക്കാർക്ക് അനുവാചകർക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് വരട്ടെ. അദ്ദേഹത്തിന് കാർട്ടൂൺ വഴിയായിട്ട് പ്രചോദനം നൽകിയ പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ച സുധീറിന് ഇനി ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അതിലേക്ക് എഴുതാനായിട്ട് ഒരു പ്രചോദനം തരുമാറായിട്ട് നിങ്ങളുടെ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം വളരെ നന്ദി ഗുര്യൻ സർ. ഈ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നുള്ള പുസ്തകം എന്താണ് എന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി പുസ്തക പരിചയം നടത്തുന്നതിന് വേണ്ടി പ്രകാശനത്തിന് മുമ്പ് പത്രപ്രവർത്തക യൂണിയൻ ഡൽഹി ഘടകം പ്രസിഡൻറ്റ് കേരള കൗമുദിയുടെ ബ്യൂറോ ചീഫുമായ പ്രസൂൺ കണ്ടത്ത് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖരെ, പ്രിയ മിത്രങ്ങളെ, ഒരു 5 മിനിറ്റിനുള്ളിൽ ഓട്ടപ്രദക്ഷിണം നടത്തണം എന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. അതൊരു വലിയ ടാസ്ക് എന്നറിയാം, എങ്കിലും ശ്രമിക്കാം. ഈ കഴിഞ്ഞ ജനുവരിയിൽ കോഴിക്കോട് നടന്ന DCPQസിൻ്റെ KLF കേരള ലിറ്റററി ഫെസ്റ്റിവൽ വെച്ചാണ് ഈ പുസ്തകത്തിൻ്റെ കവർ പ്രകാശനം നിർവഹിക്കപ്പെട്ടത്. അന്ന് ഞാനും അവിടെ ഉണ്ടായിരുന്നു. ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് ബാബുട്ടൻ അതിൻ്റെ അന്ന് ഈ പുസ്തകത്തിൻ്റെ പിന്നണി പ്രവർത്തനം നടക്കുന്ന കവർ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വന്നിട്ട് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് വായിച്ചു. അങ്ങനെ അന്ന് ഈ കുരു സാർ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രേരകശക്തിയായ സുധീർനാനൊപ്പം ഈ പുസ്തകം ആദ്യം വായിച്ച ഒരാളായി ഞാൻ മാറുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ദൗത്യം എന്നിലേക്ക് വന്നു ചേർന്നത്. അപ്പം പറഞ്ഞ പോലെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താം. നമുക്കെല്ലാം അറിയാം, ഓരോ യാത്രയും പുതിയ
അനുഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രയുടെ രസതന്ത്രം, ചരിത്രത്തിൽ ഇടം നേടിയ യാത്രകൾ, യാത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങി യാത്രയുമായിട്ട് ബന്ധപ്പെട്ട വിവിധ മേഖലകളെ ഒരു 14 അധ്യായങ്ങളിലായിട്ട് അദ്ദേഹം ഈ പുസ്തകത്തിൽ സംശയിച്ചിരിക്കുകയാണ്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TK നാസറാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. ആദ്യ ചാപ്റ്റർ യാത്രകളിൽ സംഭവിക്കുന്നത് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷനോടുകൂടിയാണ്. അതിൽ യാത്രകളുടെ ലക്ഷ്യം എന്താണ്, ഓരോരുത്തരും നമ്മൾ വ്യക്തികളെല്ലാം നടത്തുന്ന യാത്രകളുടെ ലക്ഷ്യം, അതിൽ പുള്ളിയൊരു ഈ പുസ്തകത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ കാണാം. അതും അതിനകത്തൊരു നിരീക്ഷണം നടത്തുന്നത്, നമ്മൾ മദ്യപാനികളുള്ള സ്ഥലത്തേക്കാണ് സ്ഥിരമായി യാത്ര നടത്തുന്നതെങ്കിൽ നമ്മൾ കാലക്രമേണ അതിനെ അടിമപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ തീർത്ഥാടന യാത്രകളാണ് കൂടുതൽ നടത്തുന്നതെങ്കിൽ നമ്മൾ ഭക്തിമാർഗത്തിലേക്ക് തിരിയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതുപോലെ സാറ് പറഞ്ഞ പോലെ ശങ്കരാചാര്യരുടെ യാത്രകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ചാപ്റ്ററിലടക്കം തുടങ്ങുന്നത്. ഇന്ത്യ മുഴുവൻ യാത്ര നടത്തി ഭാരതത്തിൻ്റെ ആത്മാവറിഞ്ഞ് ജ്ഞാനം സ്വന്തമാക്കിയ ആൾ, അദ്ദേഹത്തിൻ്റെ യാത്ര, അതുപോലെ തന്നെ വിവേകാനന്ദൻ്റെ യാത്ര, പിന്നീട് ഗാന്ധിജിയുടെ യാത്രാ അനുഭവങ്ങളിൽ അഹിംസ, സത്യാഗ്രഹം തുടങ്ങി ശക്തമായ ആയുധങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗിക്കാൻ എങ്ങനെ സാധിച്ചു എന്നത്, പിന്നെ അതുപോലെ കേരള നവോത്ഥാനത്തിൽ നിർണായ പങ്കുവച്ച ചട്ടമ്പി സ്വാമികളുടെ യാത്ര, ഗുരുദേവൻ്റെ യാത്ര, സൗകര്യങ്ങൾ തിരിച്ച് യാത്ര നടത്തിയ സിദ്ധാർത്ഥ രാജകുമാരൻ, പിന്നീട് ഗൗതമ ബുദ്ധനായ കഥ, കച്ചവടത്തിനായി യാത്ര ചെയ്ത് ഇന്ത്യയിലെത്തിയ വാസ്കോഡ ഗാമയുടെ യാത്ര, മലയാള ഭാഷയ്ക്ക് നിർണായ സംഭാവനകൾ നൽകിയ ജർമ്മൻ പാദ്രി ഹെർമൻ ഗുണ്ടറിൻ്റെ യാത്ര, അതുപോലെ മലയാള വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമഗ്ര സംഭാവന നൽകിയ ചാവറാച്ചൻ്റെ യാത്ര. അതിലങ്ങനെ കുറേ യാത്രകളെല്ലാം പരാമർശിക്കുന്നുണ്ട്. അവിടെ അതിനകത്ത് വേറൊരു നിരീക്ഷണം ഞാൻ ശ്രദ്ധിച്ചത്, അദ്ദേഹം ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട്, ഇങ്ങനെ യാത്ര ചെയ്തതുകൊണ്ട് ഒരാൾ മഹാനോ അല്ലെങ്കിൽ അവർക്ക് ജ്ഞാനം ലഭിക്കണോ എന്നുമില്ല. കാരണം യാത്രകൾ അറിവിലേക്കുള്ള വഴിയാണ്. ആ അറിവ് നേടിയെടുക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ചുമതലയാണ്. അതുപോലെ മഹാന്മാരുടെ യാത്ര വഴികളിൽ യാത്രകളിൽ സ്വാധീനവും അതിനകത്ത് വിവരിക്കുന്നുണ്ട്. യാത്രകളുടെ കൂട്ടത്തിൽ വരുമ്പോൾ വിഷയാധിഷ്ഠിതമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് യാത്ര, അതും ഒരു യാത്രയാണല്ലോ. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ. രണ്ടാം അധ്യായം അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, അതായത് ഇന്ന് ഇന്ത്യയിലുടനീളമുള്ള യാത്രക്കാരെ അല്ലെങ്കിൽ ആളുകളെ യാത്ര ചെയ്യിക്കുന്ന അദ്ദേഹം തൻ്റെ യാത്രകൾ എവിടെയായിരുന്നു തുടക്കമിട്ടത്. അദ്ദേഹം നമുക്കറിയാം അമ്പലപ്പുഴ സ്വദേശിയാണ്. അപ്പോൾ ആ അമ്പലപ്പുഴയ്ക്ക് ചുറ്റുമായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രകളെന്ന് ഉള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ആദ്യ ചാപ്റ്ററിൽ. അവിടെയും അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ഭൂമി മുഴുവൻ യാത്ര ചെയ്യാൻ, ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഭൂമി മുഴുവൻ യാത്ര ചെയ്യാൻ ആർക്കും സാധിക്കില്ല. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം നാടിനെ കാണാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നൊരു ഓർമ്മപ്പെടുത്തലിരുന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ സ്വന്തം നാട് തന്നെ, ഇപ്പോൾ ഇതിൽ പറയുമ്പോൾ തന്നെ സ്വന്തം നാട് എത്ര പേരുണ്ട് പൂർണ്ണമായി കണ്ടവർ ഉണ്ടാവില്ല. കാരണം നമുക്കിപ്പോൾ എല്ലാവരും ട്രെൻഡാണ്, നമ്മൾ മറ്റ് പ്രദേശങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മറ്റ് മൂലകളിലേക്ക് ഓടിപ്പോകാനും അത് കാണാനുമാണ്, എക്സ്പ്ലോർ ചെയ്യാനാണല്ലോ നമുക്കെല്ലാം താല്പര്യം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് ഈ നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം. അവിടേക്കുള്ള യാത്രകൾ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലേക്കുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല യാത്രകൾ. പിന്നീട് അമ്പലപ്പുഴ, കക്കാഴം മുസ്ലിം പള്ളി, പെരുന്നാൾ കാണാൻ പോയ യാത്രകൾ പറയുന്നുണ്ട്, കടൽ കാണാൻ പോയ യാത്രകൾ പറയുന്നുണ്ട്. അദ്ദേഹം സ്കൂളിൽ തുടങ്ങി, പിന്നീട് കോളേജിലെത്തി. നമുക്കറിയാം നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഇപ്പോൾ സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടും, നമുക്ക് കുറച്ച് പോക്കറ്റ് മണിയെ കൂടുതൽ കിട്ടും, നമ്മൾ കൂടുതൽ യാത്ര ചെയ്യും. പിന്നീട് നമ്മൾ പ്രൊഫഷണൽസ് ആകുമ്പോൾ നമ്മുടെ യാത്രകൾ അതിലും നീളും, അതിലും വൈവിധ്യവും കൂടും. അതൊക്കെ അദ്ദേഹം അതിനകത്ത് വിവരിക്കുന്നുണ്ട്. അതുപോലെ പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ അമ്പലപ്പുഴയ്ക്ക് ചുറ്റുമുള്ള യാത്രകൾ സ്വന്തം ദേശത്തെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യം, ചരിത്രം തുടങ്ങിയ എല്ലാം അറിയാൻ അദ്ദേഹത്തിനെ ഏറെ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. മൂന്നാം അധ്യായം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ കൂടിയായ ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ അതിൻ്റെ ജനസേവനത്തിൻ്റെ മാതൃക, അത് എങ്ങനെയാണ് അവർ ജനസേവനം നടത്തുന്നത് എന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ തന്നെ അദ്ദേഹം സ്ട്രെസ് ചെയ്യുന്നത് ബസ്സുകളെക്കുറിച്ചാണ്. നമുക്കറിയാം പണിക്കർ ട്രാവൽസിൻ്റെ ബസ്സുകളാണ് ശരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ഇപ്പം താജ്മഹൽ കാണാനാണെങ്കിലും വടക്കേന്ത്യയിലെ പ്രമുഖ സ്ഥലങ്ങളെല്ലാം കാണാനാണ് കൊണ്ടുപോകുന്നത്. ആ ബസ്സുകളുടെ സ്വാധീനം അദ്ദേഹം പറയുന്നുണ്ട്. ആ ബസ്സുകളുടെ പ്രത്യേകത, ഓരോ യാത്രയും ഒരു പുതുമയാണ്, വൈവിധ്യമാണ്. നമ്മളിപ്പം ഈ പണിക്കർ ട്രാവൽസിൻ്റെ നമ്മളൊരു പാക്കേജിൽ പോവുകയാണെങ്കിൽ നമുക്ക് പരിചയമുള്ളവരായിരിക്കില്ല. അപ്പോൾ ഒരു കാറിലാണെങ്കിൽ നമുക്കൊരു 3-4 പേരേ ഉണ്ടാവുള്ളൂ. ആ ബസ്സിൽ നമ്മൾ അറിയാത്ത ഒരുപാട് പേരെ നമ്മൾ കാണുകയാണ്, പരിചയപ്പെടുകയാണ്. അവിടെ ഒരു പുതിയ സൗഹൃദങ്ങൾ തുടങ്ങുകയാണ്. അദ്ദേഹം അതിനകത്ത് വിവരിക്കുന്നുണ്ട് ശരിക്കും.
പിന്നെ അദ്ദേഹത്തിന് നമ്മുടെ പണിക്കർ ട്രാവൽസിൻ്റെ ചരിത്രം ഈ പുസ്തകത്തിലെ പല അധ്യായങ്ങളിലായി അദ്ദേഹത്തിൻ്റെ പണിക്കർ ട്രാവൽസിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ഈ ചാപ്റ്ററിലും പറയുന്നുണ്ട് 1967 പിതാവ് ERC പണിക്കർ ഈ സ്ഥാപനത്തിന് പണിക്കർ ട്രാവൽസിന് തുടക്കം കുറിച്ചു. ഡൽഹി താജ്മഹൽ ആയിരുന്നു ആദ്യം യാത്ര. അതങ്ങനെ വിശ്വാസ്യത നേടിയെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുന്ന പതിവ് മകനായ ഞാനും തുടർന്നതുകൊണ്ട് മാത്രമാണ് പണിക്കർ ട്രാവൽസ് ഇന്ന നിലയിലെത്തിയെന്ന് അദ്ദേഹം അത് അടിവരയിട്ട് പറയുന്നുണ്ട്. അതുപോലെ പിന്നെ 4-ാം അധ്യായം രാമായണം മുതൽ ആടുജീവിതം വരെ എന്ന ഒരു ഹെഡിങ്ങിലാണ്. അതിൽ രാമായണത്തെക്കുറിച്ച് പറയുന്നു. ലോകത്തെ നമുക്കെല്ലാം അറിയുന്ന പോലെ അതേപോലത്തെ ഒരു നിരീക്ഷണം പറയുന്നത്, അതായത് ലോകത്തെ ആദ്യത്തെ ട്രാവലോഗ് നമുക്കെല്ലാം അറിയാം രാമായണമാണ്. രാമൻ്റെ അയനം ആണല്ലോ രാമായണം. പക്ഷേ അതിനകത്തൊരു വേറെ കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ ഒട്ടാകെയുള്ള യാത്ര, അദ്ദേഹം രാമൻ്റെ വനവാസമായാലും എന്തായാലും ശരി, അത് ഇന്ത്യ ഒട്ടാകെ ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിക്കുന്നു, ഈ വാൽമീകി എന്ന് പറയുന്ന ഒരാൾ തന്നെയാണോ അതോ ഒരു കൂട്ടം യാത്രക്കാരാണോ എന്ന് അദ്ദേഹം ഒരു സംശയം ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമാണല്ലോ. അതുപോലെ തകഴി, വൈക്കം മുഹമ്മദ് ബഷീർ, OV വിജയൻ, VKN, കാക്കനാടൻ, MT, നമ്മുടെ മുനസാർ സച്ചിദാനന്ദൻ, ആനന്ദ് സേവ് തുടങ്ങിയവരെല്ലാം നടത്തിയ യാത്രകൾ അവരുടെ രചനകളിൽ പ്രതിഫലിക്കുന്നുണ്ട്, അത് പറയുന്നുണ്ട്. അതുപോലെ ഗൾഫ് മലയാളികളുടെ ജീവൻ പ്രത്യേക നമ്മുടെ സിനിമയൊക്കെ ആയി മാറിയ ആടുജീവിതം, അതിൽ ബെന്യാമിൻ്റെ സൗദിയിലെ ജീവിത യാത്രകളുടെ അനുഭവങ്ങളിൽ നിന്നാണ് അത് രൂപപ്പെട്ടതെന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ അദ്ദേഹം പിന്നെ പറയുന്നത് ഹിമാലയൻ യാത്രയെക്കുറിച്ചാണ്. ഇന്ത്യക്കാർ തീർച്ചയായും ഹിമാലയൻ യാത്ര നടത്തണമെന്ന് അദ്ദേഹം നമുക്കൊരു ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശവും നൽകുന്നുണ്ട്. കാരണം അദ്ദേഹം അതിന് അടിസ്ഥാനമായി പറയുന്നത് MP വീരേന്ദ്രകുമാറിൻ്റെ ഹൈമവഭൂവിൽ എന്ന പുസ്തകത്തെ അതിൽ അദ്ദേഹത്തിൻ്റെ ഹിമാലയ യാത്രയെക്കുറിച്ച്, ഹിമാലയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അത് വിവരിക്കുന്ന കാര്യമാണ് പറയുന്നത്. 5-ാം ചാപ്റ്റർ തീർത്ഥാടന യാത്രകളെക്കുറിച്ചാണ്. ശബരിമല മുതൽ ഹജ്ജ് തീർത്ഥാടനം വരെയുള്ള വിവിധ യാത്രകളെയൊക്കെ അതിനകത്ത് പരാമർശിക്കുന്നു. 6-ാം അധ്യായം വിനോദ യാത്രകളെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ കുറച്ചും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ തുടങ്ങി നമ്മൾ വിദേശങ്ങളിലേക്കൊക്കെ പോകുന്ന വിനോദ യാത്രകളുടെ ഒരു രീതികൾ. അതിൽ പിന്നെ ആ ചാപ്റ്ററിൽ തന്നെ പണിക്കർ ട്രാവൽസിൻ്റെ രൂപീകരണത്തെക്കുറിച്ചും അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് ERC പണിക്കർ ഇന്ത്യൻ കോഫി ഹൗസ് ജീവനക്കാരനായിരുന്നു. അദ്ദേഹം അവിടെ വന്നിരുന്ന റെയിൽവേയിലുമൊക്കെ ജോലി ചെയ്യുന്ന ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർ സ്ഥിരം വന്നിട്ട് ഈ യാത്രകൾ പോകാനുള്ള അസൗകര്യം, നമുക്കൊരു സ്ഥലത്ത് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞതിൽ നിന്നും അതിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങളും ആശയങ്ങളൊക്കെ വെച്ചിട്ടാണ് പണിക്കർ ട്രാവൽസ് തുടങ്ങാൻ പ്രോത്സാഹനമായെന്ന് പറയുന്നത്. അതായത് ഡൽഹി താജ്മഹൽ യാത്രയായിരുന്നു ഇവർ ആദ്യം നടത്തിയത്. ഒരു ബസ് വാടകയ്ക്കെടുത്തു. ഒരു വെള്ളിയാഴ്ച പറയുന്നു, ഞങ്ങൾ വെള്ളിയാഴ്ച ഒരു യാത്ര നടത്തുന്നുണ്ട്, താല്പര്യമുള്ളവർ ബന്ധപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ച ആ യാത്ര പോകുന്നു. പക്ഷേ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിച്ച എല്ലാവരെയും അന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച വീണ്ടും ഒരു യാത്ര നടന്നു, വാടക എടുത്തിട്ടാണ്. അന്നും എല്ലാവരും കൊണ്ടുപോകാൻ പറ്റിയില്ല. വീണ്ടും വെള്ളിയാഴ്ച. അങ്ങനെ വെള്ളിയാഴ്ചകൾ ഇതൊരു പതിവായി മാറുന്നു. പിന്നീട് വെള്ളിയാഴ്ചകൾ ഒതുങ്ങാതെ വന്നപ്പോൾ ആഴ്ചയിലെ മറ്റ് ദിവസങ്ങളിലും ആവുന്നു. അപ്പോൾ കൂടുതൽ ബസ്സുകൾ വാടകയ്ക്ക് എടുക്കേണ്ടി വന്നു. പിന്നീട് വാഹനങ്ങൾ സ്വന്തമായി മാറുന്നു. ആ ഒരു ചരിത്രം അദ്ദേഹം അതിനകത്ത് വിശദീകരിക്കുന്നു. ഒരു രസകരമായ കാര്യം, അതിനകത്ത് കോഫി ഹൗസിലെ പബ്ലിക് ടെലിഫോൺ ബൂത്തിലാണ് അന്ന് ബുക്കിങ്ങുകൾ വന്നിരുന്നത് പോലെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദിലീപിൻ്റെ ഒരു സിനിമയിൽ ദിലീപ് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഇൻകമിംഗ് കോളുകൾ വരുന്ന ഒരു പബ്ലിക് ബൂത്താണ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു പക്ഷേ എൻ്റെ ഒരു തമാശയാണ്, ചിലപ്പം ആ ഒരു പബ്ലിക് ബൂത്തിലെ ടെലിഫോൺ ബൂത്തിലായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻകമിംഗ് കോൾ വന്നിട്ടുണ്ടാവുക. ടൂർ പാക്കേജുകളുടെ ഒരു മെച്ചം അദ്ദേഹം പറയുന്നുണ്ട്. കുറഞ്ഞ സമയത്ത് കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ ഏറ്റവും നല്ലത് ടൂർ പാക്കേജുകളാണ്. അപ്പോൾ അതേസമയം ഒറ്റയ്ക്ക് യാത്ര നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട്. പിന്നെ യാത്രകളുടെ ഡെസ്റ്റിനേഷൻ, നമ്മളൊരു സ്ഥലത്ത് പോകണം നമുക്ക് പല സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിലാദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സാമ്പത്തികമാണ്. അല്ലെ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ വിദേശത്ത് പോകണോ അല്ലെങ്കിൽ കേരളത്തിൽ ഒതുങ്ങണോ ഇന്ത്യയിൽ എവിടെയെങ്കിലും പോകണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. 7-ാം ചാപ്റ്റർ യാത്രകളുടെ രാഷ്ട്രീയമാണ്. അത് ആ ഒരു ഹെഡിങ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മാവോ സേതുങ്, ഗാന്ധിജി എന്നിവരുടെ യാത്രകളും പിന്നീട് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഗതിവിഗതികളൊക്കെ നിർണ്ണയിച്ച LK അദ്വാനിയുടെ രഥയാത്ര അടക്കമുള്ള യാത്രകളൊക്കെ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. 8-ാമത്തെ ചാപ്റ്റർ സ്വപ്നയാത്രയിൽ അദ്ദേഹം ഇന്ന് ശൂന്യാകാശ യാത്ര വരെ എത്തി നിൽക്കുന്ന ഒരു പുതിയ യാത്രയുടെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് അല്ലെങ്കിൽ സാഹസിക സ്വപ്ന യാത്രകളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ തന്നെ ഈ ഒരു ദുരന്തമായി മാറിയ ടൈറ്റാനിക് എന്ന കപ്പലിൻ്റെ ആദ്യ യാത്ര, പിന്നീട് ആ കപ്പലിൻ്റെ അവശിഷ്ടം കാണാൻ വേണ്ടി അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിൽ ഒരു ക്യാപ്സ്യൂളിൽ പോയി ആ ക്യാപ്സ്യൂൾ പൊട്ടിത്തെറിച്ചുണ്ടായ ദുരന്ത കഥ, അതൊക്കെ ആ ചാപ്റ്ററിൽ വിവരിക്കുന്നുണ്ട്. പിന്നീട് 9-ാം ചാപ്റ്ററിൽ യാത്രകൾ ലക്ഷ്യങ്ങളോടെയുണ്ട് എന്നുള്ള ഒരു ചാപ്റ്ററാണ്. അതിൽ മതപ്രചാരണം, സാഹസികയാത്ര, പഠനയാത്ര, സാമ്രാജ്യങ്ങൾ
കെട്ടിപ്പടുക്കാനുള്ള യാത്ര, അങ്ങനെയുള്ള പല ഇതരം യാത്രകളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ എസ് കെ പൊറ്റക്കാടിൻ്റെ സഞ്ചാര സാഹിത്യം മുതൽ നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ബ്ലോഗിങ് വരെ എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. 10ാം ചാപ്റ്റർ ജീവിതയാത്രയെക്കുറിച്ചാണ്. അതായത് എനിക്ക് കുറച്ചുകൂടെ ഈ ഗന്ധകാരൻ്റെ കുറച്ചുകൂടെ ഫിലോസഫിക്കലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും വീക്ഷണങ്ങളൊക്കെയാണ് ആ ഒരു 10ാം ചാപ്റ്ററിൽ വന്നിരിക്കുന്നത്. 11ാം ചാപ്റ്റർ വിസ, ഹെഡിങ് സൂചിപ്പിക്കുന്ന പോലെ വിദേശ യാത്രകളിൽ അനിവാര്യമായ വിസയുടെ പ്രാധാന്യം, അതിൻ്റെ നടപടിക്രമങ്ങളും അതൊക്കെ എങ്ങനെ പറഞ്ഞു പോകുന്നു. 12ാം ചാപ്റ്റർ എൻ്റെ കേരളം എത്ര സുന്ദരം. സ്വയം അദ്ദേഹം വീണ്ടും കേരളത്തിലേക്ക് വരികയാണ്. മലയാളികളായ യാത്രാപ്രേമികൾ ആദ്യം സ്വന്തം നാടെങ്കിലും ഒന്ന് ചുറ്റിക്കറങ്ങണേ എന്നുള്ളൊരു അപേക്ഷ അദ്ദേഹം അതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ ടൂറിസം മേഖലയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പ്രതിപാദിക്കുന്നു. 13ാം ചാപ്റ്റർ ട്രാവൽ ഏജൻസിയുടെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട, അതായത് ലോകത്തെ യാത്രകൾക്കൊപ്പം തന്നെ ട്രാവൽ ഏജൻസികളും പിറവിയെടുത്തിട്ടുണ്ട്. ചരിത്രത്തിലെ ആദ്യത്തെ ട്രാവൽ ഏജൻസി, നമുക്ക് കുറച്ചൊരു ഇൻഫർമേഷൻസ് എല്ലാം കിട്ടുന്ന ഒരു ചാപ്റ്ററാണ്. ആദ്യത്തെ ട്രാവൽ ഏജൻസി കോക്സ് ആൻഡ് കിങ്സ്. അതുപോലെ ആധുനിക ടൂറിസത്തിൻ്റെ പിതാവ് തോമസ് കുക്കിൻ്റെ, നമുക്കറിയാം തോമസ് കുക്ക് നമ്മളെല്ലാവരും ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അതിൻ്റെ ഒരു സ്ഥാപനവും അതിൻ്റെ പ്രാധാന്യവും. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം 1947 സെപ്റ്റംബർ 26 സ്ഥാപിതമായ ഓറിയൻ്റ് എക്സ്പ്രസ് ട്രാവൽ ടൂർസ്, അതെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. ലാസ്റ്റ് ചാപ്റ്ററിൽ നമുക്കിനി ഒരു യാത്ര പോകാം. അതിനകത്ത് അതിലും മറ്റേ യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ നമ്മൾ പ്രിക്കോഷൻ എടുക്കണം, അല്ലെങ്കിൽ യാത്രയ്ക്ക് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം, അതിന് തയ്യാറെടുപ്പ് നടത്തണം. നമ്മൾ വെറുതെ ഒരു സ്ഥലത്തേക്ക് പോകണം, ആ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നാൽ ആ യാത്ര നമുക്ക് കുറച്ചുകൂടി ആസ്വദിക്കാനാവും. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബാബു പണിക്കർ രചിച്ച യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് എടുത്തത്. പ്രകാശനം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട സോമനാഥ് സാറിനെയും ആ പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറിനെയും ക്ഷണിക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്ത സോമനാഥ് സാറിനെ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ശ്രീ ബാബു പണിക്കർ എഴുതിയ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ചെയ്യാൻ കിട്ടിയ അവസരത്തിനും അതിന് എന്നെ ക്ഷണിച്ച ശ്രീ ബാബു പണിക്കർക്കും എൻ്റെ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഇത് സ്വീകരിക്കാനായിട്ട് ശ്രീ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറും കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ മുകുന്ദൻ സാറുണ്ട്. ഇവരുടെ എല്ലാ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ വരാൻ കഴിഞ്ഞത് ശരിക്കും ഞാൻ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. ശ്രീ ബാബു പണിക്കറെ ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ ഞാൻ തന്നെ വരണം എന്ന് കുറച്ച് കാലമായിട്ട് എന്നോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് ഞാൻ എന്ന കാര്യം ഞാൻ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ ചോദിക്കും ബാബു പണിക്കരോട്. ഞാനൊരു ഡൽഹി മലയാളി അല്ല. ബാബു പണിക്കരെ പരിചയപ്പെടുന്നത് പോലും ഞാൻ ഇവിടെ വന്ന ഒരു മലയാളി ഒരു പ്രോഗ്രാം ഉണ്ടായ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും. അത് ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞ പോലെ തന്നെയാണ്. എങ്ങനെ സൗഹൃദങ്ങൾ ഉണ്ടാക്കാമെന്ന് നിലനിർത്താമെന്ന് കാണിക്കുന്ന എൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ്. ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ആ പരിചയം ഈ കൂടുതൽ അടുക്കാനായിട്ട് ഈ ഒരു പ്രകാശന ചടങ്ങിലൂടെ അദ്ദേഹം കാണിക്കുന്നു. അതിന് ഏറ്റവും നന്ദി. അതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീ സുധീർനാഥിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ്. ഞങ്ങൾക്ക് തമ്മിൽ വേറൊരു ചെറിയ കണക്ഷനുണ്ട്. ഞങ്ങൾ രണ്ടും കാർട്ടൂൺ അക്കാഡമിയുടെ പ്രസിഡൻ്റ് എന്ന നിലയിലും ഒരു മെമ്പറാക്കി എന്നെ അടുത്ത കാലത്ത് അദ്ദേഹം അതിലേക്ക് കൊണ്ടുവരികയുണ്ടായി. പണ്ട് കുറച്ച് കാർട്ടൂൺ വരച്ചിരുന്ന എന്നെ വീണ്ടും കാർട്ടൂൺ വരയ്ക്കാനായിട്ട് നിർബന്ധിക്കുകയും അതിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്ത സുധീറാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെ സുധീറിന് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത്. പ്രത്യേകിച്ച് ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് സുധീർനാഥ് ചെയ്ത ഇനിഷ്യേറ്റീവ് എങ്ങനെയാണ്
ശ്രീ ബാബു പണിക്കർക്ക് ഈ പുസ്തകം എഴുതാനുള്ള പ്രചോദനമായി മാറി എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിനും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി എന്നെ വിളിച്ചതിനും ശ്രീ ബാബു പണിക്കർക്ക് പ്രചോദനമായതിനും നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വലിയ കയ്യടി നൽകേണ്ടതുണ്ട്. യാത്രകളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പുസ്തകത്തെക്കുറിച്ചുള്ള നല്ലൊരു അവലോകനം നൽകുകയുണ്ടായി. എങ്കിൽ പോലും നമ്മൾ എഴുതപ്പെടാത്ത ഒരുപാട് യാത്രകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ യാത്രകളാണ്. നമ്മുടെ ജീവിതയാത്ര തന്നെ എത്രയോ മനോഹരമായ ഒന്നാണ്. ഓരോരുത്തരും അവനവൻ്റെ യാത്രയെക്കുറിച്ച് ഈ സമയത്ത് ചിന്തിച്ച് കാണും എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ യാത്രകളുടെ കഥകൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ കൂടെ കടന്നുപോയത് സ്വന്തം ജീവിതയാത്രയിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും യാത്ര ചെയ്ത ബസ് യാത്രകൾ, കാൽനട യാത്രകൾ, അനുഭവിച്ച യാത്രകളിലുണ്ടായ എക്സ്പീരിയൻസുകൾ, കണ്ടുമറന്ന മുഖങ്ങൾ, സുഹൃത്തുക്കൾ, അതൊക്കെ ആയിരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിൽ കൂടെ കടന്നുപോയത്. ആ കടന്നുപോക്കാണ് എനിക്ക് തോന്നുന്നത് ഈ പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാവേണ്ട ഒരു റിഫ്ലക്ഷൻ. നമ്മൾ അതിനെക്കുറിച്ച് കാണേണ്ടത് അതാണ്. ശ്രീ ബാബു പണിക്കരുടെ യാത്രകൾക്ക് നമുക്ക് കാണാൻ കഴിയും, അദ്ദേഹത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള ആസ്വാദനം അറിയാൻ കഴിയും. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും യാത്രകളെക്കുറിച്ച് ചിന്തിക്കാനും അതിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരാനും ഈ പുസ്തകം നമ്മളെ പ്രചോദിപ്പിക്കുമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ തോന്നിയ ഏറ്റവും പ്രധാന ഇംപ്രഷൻ ഈ പുസ്തകത്തെക്കുറിച്ചുണ്ടായത്. അങ്ങനെ ഞാൻ എൻ്റെ യാത്രയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഞാൻ ഒരു റോക്കറ്റ് സയൻറ്റിസ്റ്റാണ്. ഈ പറഞ്ഞ യാതൊരു മേഖലയുമായിട്ടും ബന്ധമില്ല. പക്ഷേ ജനിച്ചു വളർന്നത് അദ്ദേഹത്തിന് വളരെ അടുത്ത സ്ഥലത്താണ്. ശ്രീ ബാബു പണിക്കരുടെ നാടിന് വളരെ അടുത്ത ആലപ്പുഴ ജില്ലയിൽ അരൂർ, തുറവൂർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ, വെള്ളാര മണ്ണിൻ്റെ നാട്, നിറയെ വെള്ളം ഒഴുകി നടക്കുന്ന സ്ഥലങ്ങൾ. സ്കൂളുകളിലേക്ക് ഓടിപ്പോയിക്കൊണ്ട് സ്കൂളിൽ പോയിരുന്നതും തിരിച്ചു വന്നിരുന്നതും ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഒറ്റ ഓട്ടമാണ്. അത് ഓട്ടം റോഡിൽ കൂടെയൊന്നുമല്ല, ഏതൊക്കെയോ ഇടവഴികൾ, ഏതൊക്കെയോ വീടുകൾ താണ്ടി, വേലി ചാടി, തോടുകൾ മറിഞ്ഞ്, വെള്ളത്തിൽ ചവിട്ടി ഓടി 2 അധികം കിലോമീറ്ററുകൾ ഓടി വീട്ടിലെത്തി ഉച്ച കഴിച്ച് അതേ സ്പീഡിൽ വീണ്ടും ഓടി സ്കൂളിലെത്തുന്ന ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയത് ഞാനിവിടെ ഇരുന്നപ്പോൾ. ആ യാത്രകൾ സ്കൂൾ കഴിയുന്ന കാലം വരെ തുടർന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ആ നാട്ടിൽ യാത്രകളുണ്ട്. വീട്ടിൽ നിന്ന് ഒരു തോർത്തുമുണ്ടുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴാണ് വീട്ടിൽ തിരിച്ചു വരിക എന്ന് ആർക്കും പിടിയില്ലാത്തൊരു കാലമുണ്ട്. കാരണം എവിടെയൊക്കെ മാവുണ്ടോ ആ മാവുകളെല്ലാം എറിഞ്ഞ് കണ്ണിമാങ്ങകൾ വീഴ്ത്തി തിന്നാനും അവിടെയുള്ള കുളങ്ങളിലൊക്കെ ചാടി കുളിക്കാനും വീട്ടിലെത്തുമ്പോഴത്തേക്കും ഏതൊക്കെയോ കോലത്തിൽ കണ്ണുമൊക്കെ ചുമന്ന് വളരെ വീട്ടിൽ അടുത്ത അടിക്ക് റെഡിയായി കിട്ടുന്ന രീതിയിൽ വീട്ടിലെത്തുന്ന എൻ്റെ ഓർമ്മകളായിരുന്നു എൻ്റെ മനസ്സിൽ ഇവിടെ ഇരിക്കുമ്പോൾ. പക്ഷെ നമുക്കെല്ലാം അറിയാം, യാത്രകൾ നമ്മുടെ മാത്രം യാത്രകളല്ല. ഒരുപാട് യാത്രകൾ നമ്മളുടെ ചരിത്രത്തെയും നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ചരിത്രാതീതകാലമായ യാത്രകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരുപാട് യാത്രികർ ഈ ഭാരതത്തിൽ വന്നു പോയിട്ടുണ്ട്. അവരുടെ എല്ലാ യാത്രകളും യാത്രാവിവരണങ്ങളുമാണ് നമ്മുടെ മനസ്സിനെയും ചരിത്രത്തെയും സമ്പുഷ്ടമാക്കിയത്. ആ യാത്രികരെക്കുറിച്ചെല്ലാം നമുക്കെല്ലാം അറിയാം. ഹുയാങ് സാങ്ങിനെയും മറ്റ് യാത്രകളെക്കുറിച്ചും നമ്മുടെ ഭാരതത്തെക്കുറിച്ച് അവർ എഴുതി ഉള്ള കഥകളെക്കുറിച്ചും അറിവുകളെക്കുറിച്ചുമൊക്കെ. പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ച യാത്രകളൊക്കെ എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണങ്ങളായിരുന്നു. വളരെ തടിച്ച പുസ്തകങ്ങൾ, എത്ര ഇലാബറേറ്റായിട്ടാണ് അദ്ദേഹം എഴുതിയിരുന്നത്. വളരെ വിശദമായിട്ട് അദ്ദേഹം ആഫ്രിക്കൻ വൻകരകളിലൂടെ എഴുതിയ യാത്രകളെല്ലാം പുസ്തക രൂപത്തിൽ എൻ്റെ അച്ഛൻ എനിക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു. അച്ഛനൊരു സ്കൂൾ അധ്യാപകനായിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എവിടെ നിന്നൊക്കെയോ ലൈബ്രറിയിൽ നിന്ന് ധാരാളം പുസ്തകങ്ങൾ, ശ്രീ എം മോഹനൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചതെല്ലാം എൻ്റെ അച്ഛൻ കൊണ്ടുവന്ന കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എൻ്റെ ഗുരുതുല്യനായി മാറുന്നു. എസ് കെ പൊറ്റക്കാടിൻ്റെ പുസ്തകങ്ങൾ വായിച്ച് നമുക്ക് എല്ലാ കോണ്ടിനെൻറ്റുകളും വളരെ പരിചിതമായി മാറിയിരുന്നു. അത്തരം ഒരു യാത്രാ വിവരണ പദ്ധതി പിന്നീട് അധികകാലം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. വളരെ കുറച്ച് പുസ്തകങ്ങളെ യാത്രാ വിവരണ രീതിയിൽ എഴുതിയിട്ടുള്ളൂ. നല്ല ഹൈമവത ഭൂമി പോലും ഒരു യാത്രാ വിവരണ പുസ്തകമല്ല, പക്ഷേ അതൊരു വലിയ റിഫ്ലക്ഷൻ എന്ന രീതിയിലുള്ളൊരു പുസ്തകം ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ യാത്രാ വിവരണങ്ങൾ വായിക്കുന്നതോടൊപ്പം തന്നെ യാത്രകൾ ചെയ്യുക എന്നുള്ളതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു അസുലഭമായ കാര്യമാണ്. എൻ്റെ യാത്രകൾ എനിക്ക് ഒരുപാട് അഗസ്ത്യകൂട യാത്രകളുണ്ടായിരുന്നു. മല കയറുക ഒരു വലിയൊരു പാഷനായിരുന്നു ചെറുപ്പകാലഘട്ടത്തിൽ. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്കൊപ്പം അഗസ്ത്യകൂടത്തിലേക്ക് എത്രയോ ട്രെക്കിങ്ങൾ ചെയ്ത യാത്ര ഓർമ്മകളുണ്ട്. 2-3 ദിവസം എടുത്ത് നടന്ന് മലയുടെ മുകളിലെത്തി വിശ്രമിച്ച് തിരിച്ച് നടന്നു വരുന്ന അതിമനോഹരമായ യാത്രകൾ. കേരളത്തിൻ്റെ ഭംഗി, കാടിൻ്റെയും ആ സൈലൻസ്, ഇപ്പോഴൊന്നും അല്ല, ഏകദേശം 25-30 വർഷങ്ങൾക്ക് മുമ്പ് ആ മനോഹരമായ യാത്രകളുടെ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ നിറയുകയാണ്. കാട്ടിൽ ആനകൾ വരുമെന്ന് പേടിച്ച് പാറയുടെ മുളയിൽ കിടന്നുറങ്ങുകയും കാടിൻ്റെ നിശബ്ദതയിൽ ചീവീടുകളുടെ ശബ്ദം കേട്ട് ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആ മനോഹരമായ യാത്രകൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ അതിനേക്കാളും എൻ്റെ
എൻ്റെ കാമുക ഹൃദയം തുടിച്ചിരുന്നത് ഞാൻ വിവാഹത്തിന് ശേഷം ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയപ്പോഴാണ്. കാമുകൻ എന്ന് പറഞ്ഞാൽ ഭാര്യയെ മാത്രമുള്ള കാമുകനാണ് കേട്ടോ. വിവാഹം കഴിഞ്ഞ് വെറും 2 വർഷം കഴിഞ്ഞ് പഠിക്കാനായി പോയ ഒരു വ്യക്തി എല്ലാ വെള്ളിയാഴ്ചയും അടുത്ത ബസ് പിടിച്ച് ബാംഗ്ലൂരിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നത് എന്തിനായിരിക്കും എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ച പോവുകയും ഞായറാഴ്ചകളിൽ തിരിച്ച് വീണ്ടും ബാംഗ്ലൂരിൽ പഠിക്കുന്ന സ്ഥലത്ത് എത്തുകയും ചെയ്ത് അങ്ങനെ 2 വർഷം കൊണ്ട് മാസ്റ്റേഴ്സ് എഞ്ചിനീയറിംഗ് എടുത്തൊരു വിദ്വാനാണ് ഞാനും. അതിന് മധുവിധ കാലഘട്ടം മുഴുവൻ ഈ ബസ്സിലായിരുന്നു കഴിഞ്ഞുകൂടിയത് എന്ന് മാത്രം. അപ്പോൾ ആ യാത്രകളും ഒരുപാട് മനസ്സിൽ നിറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന കാലഘട്ടമായിരുന്നു. പക്ഷേ യാത്രകൾ പിന്നീട് ഞാൻ സ്പേസിലേക്ക് മാറി. സ്പേസിൻ്റെ യാത്രകളാകട്ടെ നമ്മുടെ എല്ലാം യാത്രകൾക്ക് അതീതമായ മറ്റൊന്നാണ്. ഞാൻ പലരും ചോദിക്കാറുണ്ട്, നമ്മൾ എന്തിന് ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യണം എന്ന് പലരും ചോദിക്കും. എന്തിന് ചൊവ്വയിലേക്ക് പോകണം? പ്രേടങ്ങൾ ഉണ്ടാക്കി ചൊവ്വയിലേക്ക് അയച്ചിട്ട് നമുക്കിപ്പോൾ എന്താ നേടാൻ പോകുന്നത്? അവിടെയെല്ലാം നമ്മൾ കൊണ്ടുപോയി വീട് വെച്ച് താമസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അവരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നമ്മൾ എന്തിന് അന്റാർട്ടിക്കയിലേക്ക് പോകണം? എന്തുകൊണ്ട് ബ്രിട്ടനോ പോർച്ചുഗലോ ഒക്കെ ഒരു കാലഘട്ടത്തിൽ വലിയ കപ്പലുകൾ പണിത് അവിടുത്തെ രാജാക്കന്മാരെല്ലാം എത്രയോ പണം മുടക്കി യാത്രക്കാരെ കണ്ടുപിടിച്ച് നമ്മൾ വാഗ്ദത്ത ഭൂമി കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച ആയിരക്കണക്കിന് മനുഷ്യരുള്ള ഒരു ലോകമാണ് നമ്മുടേത്. ആ യാത്ര ചെയ്ത പലരും ഒരിക്കലും അവരുദ്ദേശിച്ച ലക്ഷ്യത്തിൽ ഒരിക്കലും എത്തപ്പെട്ടിട്ടില്ല. കടലിൽ എവിടെയൊക്കെ മുങ്ങി നശിച്ചു പോയ കപ്പലുകളായിരുന്നു ഏറ്റവും അധികം. അതിലെത്രയോ കുറഞ്ഞ കപ്പലുകൾ മാത്രമാണ് അങ്ങേ തീരത്ത് അണഞ്ഞത്. അമേരിക്ക കണ്ടുപിടിച്ചത്, ഇന്ത്യ കണ്ടുപിടിച്ചത്. പക്ഷെ അവരെല്ലാം യാത്രകൾ ചെയ്തിരുന്നു. അത് മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. എവിടെയൊക്കെ ഉണ്ടോ എന്തെല്ലാം ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു ത്വര മനുഷ്യൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കും എപ്പോഴും. ആ യാത്രയ്ക്ക് വേണ്ടി ഉറങ്ങിത്തിരിക്കുക എന്നുള്ള നമ്മുടെ സ്വഭാവമാണ്. ആ സ്വഭാവമാണ് നമ്മളെ ഈ ലോകത്തെ ഇപ്പോൾ ഒന്നാക്കി മാറ്റിയത്. ഞാൻ ചോദിക്കും, മനുഷ്യരെല്ലാം ഉണ്ടായത് ഏതോ ഒരു ആഫ്രിക്കൻ വൻകരയിലാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലേ? ഏതോ ഒരു സ്ഥലത്ത് കുരങ്ങിൽ നിന്നുണ്ടായി മനുഷ്യനായി മാറി ഒരു ദിവസം. പക്ഷേ നമുക്കറിയാം, ഇന്ന് മനുഷ്യൻ നമ്മളെല്ലാം അമേരിക്കൻ വൻകരയിൽ ഈ കപ്പലിൽ പുറപ്പെട്ട് അവിടെ എത്തിയപ്പോൾ അവിടെ നിൽക്കുന്നു അതാ മനുഷ്യൻ. ഈ മനുഷ്യൻ എങ്ങനെ ഏത് കപ്പലിലാണ് അവിടെ എത്തിയതെന്ന് ആരും ചോദിച്ചിട്ടില്ല. അമേരിക്കയിൽ അപ്പോഴും മനുഷ്യനുണ്ടായിരുന്നു. ഇവരെ പോലെയൊക്കെ തന്നെ കണ്ണും മൂക്കും കാലും കയ്യുമുള്ള മനുഷ്യരെല്ലാം അന്നും അമേരിക്കയിലുണ്ട്. ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലും മനുഷ്യരുണ്ട്. ഈ മനുഷ്യരൊക്കെ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്? അന്ന് കപ്പലുണ്ടായിരുന്നു? ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അടുത്ത കാലത്തൊരു പുസ്തകം വായിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ മനുഷ്യരെല്ലാം അനാദികാലം മുതലേ യാത്രകൾ നടത്തിയിരുന്നു. അവരുണ്ടായ ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിലേക്കും അമേരിക്കയിലേക്കും മനുഷ്യന് യാത്ര ചെയ്യാവുന്ന എല്ലാ പദത്തിലൂടെയും കാൽനടയായിട്ടും എങ്ങനെയൊക്കെയോ അവർ യാത്ര ചെയ്ത് ഭൂമി നിറഞ്ഞിരുന്നു. അത് പുതുവാഗ്ദത്ത ഭൂമിയിലേക്ക് കണ്ടെത്തിയാണെന്ന് വിചാരിച്ച് കപ്പലിൽ പുറപ്പെട്ടു പോയവരൊക്കെ തിരിച്ചറിയുന്നു അവർക്ക് മുമ്പേ എപ്പോഴോ ആളുകൾ അവിടെ എത്തപ്പെട്ടിരിക്കുന്നുവെന്ന്. ഇതുപോലെയാണ് മനുഷ്യൻ്റെ യാത്രകളെന്നും. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും നമുക്ക് യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അവിടെ കൂടും വെച്ച് താമസമാക്കും. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്ന ഇന്ന് മനുഷ്യനെ സ്പേസിലേക്കും റോക്കറ്റിലേക്കും കടത്തി ചന്ദ്രനിലും ചൊവ്വയിലേക്കും കൊണ്ടുപോകാനുള്ള വഴികൾ തയ്യാറാക്കി എടുത്തിരിക്കുകയാണ്. ഇന്ന് നിങ്ങളായിരിക്കില്ല പോകുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ മക്കളായിരിക്കില്ല, അവരുടെ 4ാം തലമുറയോ 10ാം തലമുറയോ ആയിരിക്കും ആ യാത്രകൾ ചെയ്യുന്നത്. അന്നൊരിക്കൽ പണിക്കേഴ്സ് ട്രാവൽസ് 2 അന്ന് അങ്ങോട്ട് ട്രിപ്പ് അടിക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ ഈ ബസ്സിൽ നിന്നതിൻ്റെ അപ്പുറം റോക്കറ്റിൻ്റെ ഒരു രൂപത്തിലായിരിക്കും. അതിൽ വളരെ ചിലവ് കുറവിൽ ചെയ്യാൻ ഇന്ത്യക്കാർക്ക് മിടുക്കായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോടൊരു റിക്വസ്റ്റ് ഉള്ളത്, ഞങ്ങളുടെ സ്പേസ് മേഖലയിൽ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണം. സ്പേസ് ടൂറിസം എന്നുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇതുപോലെ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ ആളുകളെ കൊണ്ടുപോകുന്ന വളരെ ചെറുകിട ഇടത്തരം പ്രോഗ്രാമായിട്ട് ഇത് തുടങ്ങാമെന്നും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ആയിരിക്കും ഈ മേഖലയിൽ മുന്നിൽ നിൽക്കുന്നതും അതിൽ പണിക്കേഴ്സ് ട്രാവൽസിന് ഈ ഒരു മാർഗദർശിത്വം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇതിൻ്റെ അപ്പുറം മനുഷ്യൻ യാത്ര ചെയ്തിരിക്കും എന്നാണ് ഒരു സയൻറ്റിസ്റ്റ് എന്ന നിലയിൽ ഞാൻ കാണുന്നത്. ഒരു സയൻറ്റിസ്റ്റ് ഒരിക്കലും ഇവിടം വരെ നമുക്ക് അതിർത്തിയുള്ളൂ യാത്ര, ഇന്ന് ഭൂമിക്കും ചൊവ്വയ്ക്കും ചന്ദ്രനിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റൂ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ യാത്രകൾ ഈ ഗോളാന്തരത്തിൽ ഉള്ള യാത്രകളായിരിക്കും. അത് ഇനി എക്സോ സോളാർ പ്ലാനറ്റിലേക്കായിരിക്കും. എക്സോ സോളാർ പ്ലാനറ്റ് സയൻറ്റിസ്റ്റ് ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, മറ്റ് സൂര്യനിലെ ചുറ്റുമുള്ള നമ്മുടെ സൂര്യനല്ല, മറ്റ് നക്ഷത്രങ്ങളായ സൂര്യന്മാരിൽ ചുറ്റുന്ന ഗ്രഹങ്ങളെയാണ് എക്സോ സോളാർ പ്ലാനറ്റുകളെന്ന് പറയുന്നത്. അടുത്ത കാലത്ത് നമ്മൾ ഏകദേശം 5000-ഓളം അത്തരം പ്ലാനറ്റുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏകദേശം 100 ഭൂമിയെപ്പോലെ മനുഷ്യന് ആവാസയോഗ്യമായ സ്ഥലമാണ്. അവിടെ ചിലപ്പോൾ മനുഷ്യനേക്കാളും ബുദ്ധിയുള്ള കഴിവുള്ള ആളുകളൊക്കെ താമസിക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അടുത്ത കാലത്ത് എന്നോട് ചോദ്യം ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ തീർച്ചയായിട്ടും അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവർ വിശ്വസിച്ചെങ്കിൽ വിശ്വസിക്കട്ടെ. പക്ഷേ അങ്ങോട്ട് പോകുന്നതാണ് ഇനി അടുത്ത പ്രോഗ്രാമായിട്ട് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. മനുഷ്യന് ഒരു കാലഘട്ടത്തിൽ അങ്ങോട്ട് യാത്ര ചെയ്യാൻ കഴിയുമെന്നും അവിടെ എത്തപ്പെടാൻ പറ്റുമെന്നും ഒക്കെ തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ യാത്രകളായിരിക്കണം ഇനി മനുഷ്യനെ അടുത്ത ടെക്നോളജി ബൂസ്റ്റിന് വേണ്ടി, അടുത്ത ടെക്നോളജി സ്റ്റെപ്പിന് വേണ്ടി നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒന്ന്.
അതും ചിലപ്പോൾ പണിക്ക് സ്ത്രീയായിട്ട് അവതരിക്കും. എക്സോ സോളാർ പ്ലാനറ്റിലേക്കുള്ള യാത്രകളായിരിക്കും അത്. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങളിൽ ഒരുപാട് യാത്രകൾ എപ്പോഴും നിറഞ്ഞിരിക്കണം. യാത്രകൾ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ യാത്ര ചെയ്യാതിരിക്കാനാണ് കൂടുതൽ താല്പര്യം. ഞാനൊരു സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഹിമാലയത്തിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല. അവിടുത്തെ തണുപ്പും ആ കാറ്റുമൊക്കെ അറിയാനായിട്ട് എനിക്ക് അതിൻ്റെ മുകളിൽ കയറി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി വലിയ താമസമൊന്നുമില്ല, അങ്ങോട്ടൊന്നും പോകാനൊന്നും എനിക്ക് സാധിക്കുമെന്നേ തോന്നുന്നില്ല. ചന്ദ്രനിൽ പോയിട്ട് ആ വിജനത ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഞാൻ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യും? അപ്പോൾ സയൻറ്റിസ്റ്റുകൾക്ക് ഉത്തരവ് ഇപ്പോൾ ഉണ്ട്, നിന്നെ പോലത്തെ റോബോട്ടിനെ ഉണ്ടാക്കി നീ അങ്ങോട്ട് വിടും. അത് നിൻ്റെ സെൻസും നിൻ്റെ കണ്ണും നിൻ്റെ കാതും നിൻ്റെ ചെവിയും നിൻ്റെ സ്പർശനവും ഗന്ധവും ഒക്കെ അറിയുന്ന ആ ഗന്ധത്തിൽ നിന്നുള്ള സെൻസുകളെല്ലാം എൻ്റെ തലച്ചോറിലേക്ക് ചിപ്പ് ഉണ്ടാക്കാനായിട്ട് എലൺ മസ്ക് അടുത്ത കാലത്തൊരു ചിപ്പ് ഉണ്ടാക്കി തലയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചിപ്പിലൂടെ നമ്മുടെ സെൻസിലേക്ക് വരും. അപ്പോൾ ഞാൻ യാത്ര ചെയ്യാതെ തന്നെ എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയുള്ള റോബോട്ട് അവിടെയൊക്കെ പോയി യാത്ര ചെയ്ത് എനിക്ക് കാണേണ്ട കാര്യങ്ങൾ ഞാൻ ഉള്ളിൽ കാണും. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതെല്ലാം ഞാൻ എക്സ്പീരിയൻഷ്യലായിട്ട് അറിയും. ആഹാ, എത്ര മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ യാത്ര ചെയ്യാതെ തന്നെ റൂമിൽ അടച്ചിരുന്നുകൊണ്ട് എല്ലാ യാത്രകളും ചെയ്യാവുന്നൊരു കാലഘട്ടത്തിലേക്കാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടെക്നോളജി കോംപ്ലക്സിലേക്ക് പോകുന്ന യാത്രയ്ക്കൊപ്പം തന്നെ ഈ പറഞ്ഞ യാത്രാ പുസ്തകങ്ങൾക്ക് ഒരു അവതാരവേദിയായിട്ട് മാറാൻ കഴിഞ്ഞതിലും എനിക്ക് സന്തോഷമുണ്ട്. ബാബു പണിക്കർ ഇതുപോലെ കൂടുതൽ പുസ്തകങ്ങൾ എഴുതട്ടെ എന്നും അദ്ദേഹത്തിൻ്റെ ചിന്ത കുറച്ച് മുഴുവനായിട്ട് വായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ആ വായിച്ചതിലുള്ള ഒരു ഇമ്പാക്റ്റ്, ഒരു ഇംപ്രഷൻ ഈ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞ ചെറിയ ടൈറ്റിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ഇതിലൊരു വലിയ മെസ്സേജുണ്ട്. യാത്രകളെ നിങ്ങളുടെ മനസ്സിനെ ദ്യോതിപ്പിക്കാനും നിങ്ങളുടെ ഓരോരുത്തരുടെ യാത്രകളെക്കുറിച്ച് ചിന്തിക്കാനും ആ വരും യാത്രകളിൽ നിങ്ങൾ എന്താണ് ലക്ഷ്യമാക്കേണ്ടത് എന്ന് നിങ്ങളെ പ്രചോദിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ചില മെസ്സേജുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ തീർച്ചയായിട്ടും കരുതുന്നു. ഇതിന് കിട്ടിയ ഭാഗ്യത്തിനും അതുപോലെ വളരെ നിറഞ്ഞ വേദിയിലുള്ള എല്ലാവരുടെയും പങ്കെടുക്കാൻ കിട്ടിയ അവസരത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെ നന്ദി സുനാ സർ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന പുസ്തകത്തിന് 170 രൂപയാണ് വില. ഇന്ന് ഇവിടെ 150 രൂപയ്ക്ക് ഇത് ലഭിക്കും. ഈ തുക മുഴുവനും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് കൊടുക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പുസ്തകം വാങ്ങിച്ച് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ മുഖ്യാതിഥി നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ എം മുകുന്ദനാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവർ, വിശിഷ്ട വ്യക്തികളുടെ ഒരു നിര തന്നെയാണ് വേദിയിലുള്ളത്. ഒരു പുസ്തക പ്രകാശനത്തിനും ഇത്രയധികം വിശിഷ്ട വ്യക്തികൾ ഒന്നിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് പിന്നെ ബാബു പണിക്കരോട് നമുക്കൊക്കെയുള്ള സ്നേഹമാണ് സൂചിപ്പിക്കുന്നത്. അപ്പം എനിക്കും അവരിൽ ഈ വിശിഷ്ട വ്യക്തികളിൽ ഒരാളായി ഇവിടെ ഇരിക്കാൻ കഴിയുന്നതിൽ, വിശിഷ്ട വ്യക്തി അല്ലെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ പുസ്തകത്തിൻ്റെ പേര് കേട്ടപ്പോൾ ഒരു തീവണ്ടി ഇരമ്പി വരുന്നത് പോലെ എനിക്ക് തോന്നി. അതങ്ങനെയാണല്ലോ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കേൾക്കുന്ന ഒരു ശബ്ദമാണല്ലോ അത്. ഞങ്ങളുടെ നാട്ടിൽ മയ്യഴിയിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോഴും അത് കേൾക്കാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കെന്നുള്ള ഒരു സ്ത്രീയുടെ ശബ്ദം. ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടനെ തീവണ്ടി വരുന്നത് പോലെ നമുക്ക് തോന്നും. പിന്നെ തീവണ്ടി വരുന്നതും കാണാം. അതുപോലെ ഈ ശീർഷകം വായിച്ചപ്പോഴും അങ്ങനെ തോന്നി, ഒരു തീവണ്ടി വരികയാണ് എന്ന്. അപ്പം ഈ ബാബു പണിക്കർ എഴുതിയ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയ ഒറ്റയിരുപ്പിനത് വായിച്ചു തീർത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കുക ബാബു പണിക്കരുടെ അച്ഛൻ പണിക്കരൻ. അദ്ദേഹത്തെ എനിക്കറിയാം. പിന്നെ ഞാൻ ഡൽഹിയിൽ വന്ന കാലത്ത് അദ്ദേഹത്തെ പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹം അന്ന് പിന്നെ അദ്ദേഹത്തിന് ഒരു ബസ് മാത്രമേ അന്ന് ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ കാലത്ത് എനിക്ക് പിന്നെ അദ്ദേഹത്തിനൊരു ബസ്സുണ്ട് എന്ന് കേട്ടപ്പോൾ അത് വളരെ അസൂയ തോന്നി. കാരണം അക്കാലത്ത് ഒരു സൈക്കിൾ സ്വന്തമാക്കുക എന്നുള്ളതാണ് എല്ലാവരുടെ സ്വപ്നം. എൻ്റേതും അതായിരുന്നു. ഒരു സൈക്കിൾ സ്വന്തമാക്കാൻ കഴിയാത്ത ഒരു കാലത്ത് ഒരാൾക്കൊരു ബസ്സുണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അത്ഭുതത്തോടെയാണ് നോക്കിയിരുന്നത്. പക്ഷേ വളരെയധികം എളിമയുള്ള സ്നേഹമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബസ്സിൽ കയറിയാണ് ഞാൻ ആദ്യമായിട്ട് താജ്മഹൽ കാണാൻ വേണ്ടി ആഗ്രയിൽ പോയത്.
പണിക്കേഴ്സ് ട്രാവൽസിൻ്റെ ബസ്സിൽ. അങ്ങനെ കുറേയധികം ഓർമ്മകൾ എനിക്കുണ്ട്. പിന്നെ ഈ പുസ്തകം വാസ്തവത്തിൽ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ സാധാരണ ഒരു യാത്രാ പുസ്തകം എന്ന് പറയുമ്പോൾ അത് കാഴ്ചകളുടെ പുസ്തകമായിരിക്കും. നമ്മൾ കാഴ്ചകളാണ് കാണുക. ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ വരുന്നു, നമ്മൾ അന്വേഷിക്കുന്നത് കുത്തബ് മിനാറാണ്. അല്ലെങ്കിൽ നമ്മൾ ആഗ്രയിൽ പോകുന്നു, അവിടെ നമ്മൾ അന്വേഷിക്കുന്നത് താജ്മഹലാണ്. അങ്ങനെ കാഴ്ചകളുടെ പുസ്തകമാണ് സാധാരണ യാത്രാ വിവരണം, ട്രാവലോഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ കാഴ്ചകളല്ല ഉള്ളത്, ആശയങ്ങളാണ്. അപ്പം ആശയങ്ങൾ ഒന്നൊന്നായി ഇങ്ങനെ വിടർന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. വേവ്സ്, പലതരത്തിലുള്ള ആശയങ്ങൾ. തുടക്കം തന്നെ നമ്മൾ നോക്കൂ, അത് ശങ്കരാചാര്യരിലാണ്. ഏറ്റവും വലിയ യാത്രികൻ ശങ്കരാചാര്യരാണ്. അദ്ദേഹമാണ് പഴയൊരു കാലത്ത് തീവണ്ടിയോ പിന്നെ ഒരു വാഹനങ്ങളും ഇല്ലാത്തൊരു കാലത്ത്, ബസ്സും കാറും തീവണ്ടിയും ഒന്നുമില്ലാത്തൊരു കാലത്ത് നടന്നാണ് ശങ്കരാചാര്യർ ഒരുപാട് യാത്ര ചെയ്തത്, കാടുകളിൽ കൂടിയൊക്കെ. അദ്ദേഹമാണ് പിന്നെ ഏറ്റവും വലിയ യാത്രികൻ, നമ്മുടെ രാജ്യത്തെ ഒരുപക്ഷെ ആദ്യത്തെ യാത്രികൻ. ആ ഒരു സെൻസിൽ യാത്ര ചെയ്യുക മാത്രമല്ല, ഈ വഴിയിൽ കണ്ടവരോടൊക്കെ അവിടെയൊക്കെയുള്ള വലിയ പണ്ഡിതന്മാരുമായിട്ടൊക്കെ തർക്കിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ യാത്ര തുടർന്നത്. അങ്ങനെയുള്ള പിന്നെ തർക്കിച്ച് യാത്ര തർക്കം, അതാണ് വാസ്തവത്തിൽ നമ്മുടെ മലയാളി സ്വത്വത്തിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. നമ്മൾ തർക്കിച്ചുകൊണ്ടും യാത്ര ചെയ്തുകൊണ്ടും വളർന്നു വന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ടാണ് നമ്മുടെ അമർത്യ സെൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിന് ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന് പേരിട്ടത്. അത് നമ്മൾ തർക്കിച്ച് ശങ്കരാചാര്യ പോലെ തർക്കിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നു യാത്ര ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ശങ്കരാചാര്യരുടെ യാത്രയിൽ നിന്നാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങനെ പലതരത്തിലുള്ള ആശയങ്ങളെ നമ്മൾ കണ്ടുമുട്ടുന്നു. അതിൽ തന്നെ അത്ഭുതപ്പെടുത്തിയത്, ബാബു പണിക്കർ ഒരുപാട് ഗവേഷണം ചെയ്തിട്ടുണ്ട് പുസ്തകത്തിന് വേണ്ടി. പെട്ടെന്ന് എഴുതിയതല്ല. ഉദാഹരണത്തിന് പഴയ കാലത്ത് 1957 കൽക്കത്തയിൽ നിന്ന് ലണ്ടനിലേക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു. നമ്മളിന്ന് വിശ്വസിക്കില്ലത്. നമ്മൾ വിമാനത്തിലല്ലേ ലണ്ടനിൽ പോകുന്നത്. പക്ഷേ കൽക്കത്തയിൽ നിന്ന് ലണ്ടനിലേക്ക് ബസ്സിൽ പോകാമായിരുന്നു, തിരിച്ചും വരാമായിരുന്നു. 8100 രൂപയായിരുന്നു ബസ് ചാർജ്. അത് ബാബുവിനോട് ചോദിക്കേണ്ടത്. ഇത്രയും വിശദമായിട്ട് ഗവേഷണം ചെയ്ത് സംഗതികൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബസ് യാത്രയെപ്പറ്റി പറയുമ്പോൾ, ലണ്ടനിൽ നിന്ന് തിരിച്ച് കൽക്കത്തയിലേക്കുള്ള യാത്ര, അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ബസ്സിൽ യാത്ര ചെയ്യാൻ എനിക്ക് തോന്നി 50 ദിവസം എടുക്കും. ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട് ജർമ്മനിയിൽ പോയി, അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ ഇറാൻ വഴി അഫ്ഗാനിസ്ഥാൻ ഇതൊക്കെ കടന്ന് നമ്മുടെ കൽക്കത്തിലെത്താൻ 50 ദിവസം എടുക്കും. പിന്നെ 8000 രൂപ മതി കേട്ടോ. അപ്പം അങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിലിങ്ങനെ പിന്നെ അദ്ദേഹം അനാവരണം ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ആശയങ്ങൾ. പിന്നെ ബാബു പറയുന്നത് പിന്നെ ഈ നമ്മുടെ രാമായണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. രാമനാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ഒരാൾ എന്നും പറയുന്നുണ്ട്. പിന്നെ കാട്ടിൽ കൂടെയൊക്കെയുള്ള യാത്ര, അത് ശരിയാണ്. നമ്മുടെ പുരാണത്തിലൊക്കെ ഉള്ള പിന്നെ നമ്മൾ മിത്തിക്കൽ കഥാപാത്രങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളവരാണ്. പാണ്ഡവർ എങ്ങനെയായിരുന്നു? പാണ്ഡവർ പിന്നെ രാജ്യം നഷ്ടപ്പെട്ടു, കൊട്ടാരം നഷ്ടപ്പെട്ടു, അങ്ങനെ യാത്രയായിരുന്നു കാടുകളിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് അവസാനത്തിൽ നമ്മുടെ ഈ ഡൽഹിയിലാണ്, ഇന്ദ്രപ്രസ്ഥത്തിൽ. അപ്പോൾ അങ്ങനെ യാത്രകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. യാത്രകൾ കൂടിയാണ് വാസ്തവത്തിൽ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളി സമൂഹം മുമ്പോട്ട് പോയത്. അപ്പോൾ പിന്നെ നമ്മുടെ സോമനാഥൻ സാർ പറഞ്ഞു, പൊറ്റക്കാടിൻ്റെ യാത്രകളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അത്ഭുതകരമായിട്ടുള്ള യാത്രാ വിവരണങ്ങളാണ്. പക്ഷേ ഇനിയത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് കാഴ്ചകളുടെ പുസ്തകത്തിന് പ്രാധാന്യം കുറയുമെന്നുള്ളതാണ്. കാരണം നമുക്ക് യൂട്യൂബിൽ നമുക്കില്ലാത്ത എന്ത് കാഴ്ചകളാണുള്ളത്. ഇപ്പം എല്ലാം തന്നെ നമുക്ക് യൂട്യൂബിൽ കാണാം. പക്ഷെ അപ്പോഴും യൂട്യൂബിന് നമുക്ക് ഇത്രയധികം കാഴ്ചകൾ കാണിക്കാൻ സാധിക്കുമ്പോഴും യാത്രാ പുസ്തകങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടില്ല. കാരണം യൂട്യൂബ് നമുക്ക് കാഴ്ചകളാണ് കാണിച്ചു തരിക. ഇപ്പം നമ്മൾ പാരീസിലെ ചെറിയ ഒരു
പിന്നെ ചെറിയൊരു വഴിയിൽ കൂടെ നടക്കുമ്പോൾ അവിടെ നിന്ന് ഈ അപ്പക്കൂടുകൾ അപ്പം ഉണ്ടാക്കുന്നത്, റൊട്ടി ഉണ്ടാക്കുന്നത്, അതിനൊരു മണം വരും. പാരീസിലെ ഈ ഇടവഴിയിൽ കൂടെ നടക്കുമ്പോൾ റൊട്ടി ഉണ്ടാക്കുന്ന ഒരു മണം. ഈ ഒരു മണം യൂട്യൂബിന് നമുക്ക് തരാൻ സാധിക്കില്ല കേട്ടോ. ഈ റൊട്ടി ഉണ്ടാക്കുന്ന ഇടവഴി യൂട്യൂബ് നമുക്ക് കാണിച്ചു തരും. എങ്ങനെയാണ് ഈ റൊട്ടി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരും. പക്ഷേ ആ റൊട്ടിയുടെ മണം യൂട്യൂബിന് സാധിക്കില്ല. പക്ഷേ എഴുത്തുകാരനത് സാധിക്കും. നമ്മൾ ചില എഴുതുമ്പോൾ പൊറ്റക്കാടിൻ്റെ പിന്നെ യാത്രാവിവരണം വായിക്കുമ്പോൾ നമുക്ക് മണം അറിയാം, സ്പർശം അറിയാം. അത് യൂട്യൂബിന് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് യാത്രാവിവരണത്തിന് എന്നും പ്രസക്തി ഉണ്ടാകും. യാത്രാവിവരണം നമ്മുടെ ഒരു വായനാനുഭവം മാത്രമല്ല, നമ്മുടെ ഒരു ജീവിതാനുഭവമാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ ഒരുപാട് യാത്രകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഈയിടെ ഞാനൊരു അത്ഭുതകരമായ ഒരു യാത്രാ പുസ്തകം വായിച്ചു. അതെൻ്റെ വിഷയമല്ല, ഇത് സോമനാഥൻ സാറിൻ്റെ വിഷയമാണ്. അത് ഓർബിറ്റൽ എന്ന് പറഞ്ഞ ഒരു നോവലാണ്. സാമന്ത ഹാർവേ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ എഴുതിയിട്ടുള്ള ഓർബിറ്റൽ എന്ന് പറഞ്ഞ ഒരു നോവലാണ്. അത് ബുക്കർ പ്രൈസിൻ്റെ ലോങ് ലിസ്റ്റിൽ പെട്ടതാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ അതൊരു യാത്രയാണ്, ഒരു നോവല്. ആ യാത്ര ബഹിരാകാശത്തുള്ള ഒരു പേടകമാണ്. അതിലിരിക്കുന്ന 3 ആളുകളുടെ കഥയാണത്. ബഹിരാകാശത്തിലേക്ക് കൂടെ വളരെയധികം ഉയരത്തിൽ കൂടെ അവർ ആ പേടകത്തിലിരുന്നുകൊണ്ട് ഭൂമിയെ കാണുന്ന കാഴ്ചകൾ, ഭൂമിയുടെ കാഴ്ചകളാണ് അതിൽ പറയുന്നതൊക്കെ. അവരിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ഭൂമിയുടെ ഒരു ഭാഗത്ത് മഴ പെയ്യുന്നു, മറുഭാഗത്ത് മഞ്ഞാണ്, വേറൊരു ഭാഗത്ത് വെയിലാണ്. ഒറ്റ കാഴ്ചയിൽ കണ്ടവർ നോക്കുമ്പോൾ പതുക്കെ തിരിയുന്ന ഭൂമിയിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ കൊടും വെയിൽ, മറുഭാഗത്ത് മഞ്ഞ് പെയ്യുന്നു, മഴ പെയ്യുന്നു, മൂടൽ മഞ്ഞ്, പിന്നെ സമുദ്രങ്ങളുടെ നിറങ്ങൾ, ഇങ്ങനെയുള്ള അത്ഭുതകരമായ നിറങ്ങളുടെയും നമ്മൾ അമ്പരിപ്പിക്കുന്ന ലോകങ്ങളും കാഴ്ചകളും ഈ 3 പിന്നെ യാത്രികർ, ഈ പേടകത്തിലെ യാത്രികർ കാണുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെയുള്ള ഈ അത്ഭുതകരമായ ഭൂമിയെ ദൂരെ നിന്ന് കാണുന്ന ഭൂമിയുടെ ഭംഗിയും ഭൂമിയെ കാണുമ്പോൾ ഭൂമിയുടെ കാഴ്ചകൾ നമുക്ക് അത്ഭുതവും അതിനതൊക്കെ കണ്ട് ഇതൊക്കെ കണ്ട് അമ്പരന്ന്. പക്ഷെ അവസാനം അവർ പറയാണ് നമുക്ക് നമ്മുടെ ഭൂമി തന്നെയാണ് നല്ലതെന്ന്. അതായത് ദൂരെയുള്ള നിരവധി നക്ഷത്രങ്ങളുണ്ട്. ഇപ്പം സോമനാഥ് സാർ പറഞ്ഞ പോലെ എത്രയോ ആയിരം പിന്നെ ഗ്രഹങ്ങളുണ്ട്. പിന്നെ നമുക്ക് അതൊക്കെ അവിടെ കിടക്കട്ടെ, നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ഭൂമിയാണെന്നുള്ളതാണ്. നമുക്ക് പേടകത്തെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ നാടാണ്, ഇപ്പം നമ്മുടെ ഭൂമിയാണ്, നമ്മൾ ജനിച്ചു വരുന്ന നാടാണ്. ഇപ്പോൾ സോമനാഥ് സാറ് അദ്ദേഹത്തിൻ്റെ ആ കുട്ടിക്കാലത്തെ സ്കൂൾ യാത്രയെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അതൊക്കെ നമ്മുടെ നോസ്റ്റാൾജിയാണ്. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ സ്കൂളിൽ പോയതൊക്കെ പഴയ കാലത്ത് എപ്പോഴും ഇടവഴിയിൽ വെള്ളമുണ്ടാകും. ആ വെള്ളം കാലുകൾ കൊണ്ട് തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ സ്കൂളിലേക്ക് പോയത്. അന്നത്തെ എൻ്റെയൊക്കെ ഏറ്റവും വലിയ ഭയം പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടവഴിയിൽ കൂടെ നടക്കുമ്പോൾ മറുഭാഗത്തു നിന്ന് ഒരു പശു വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. പശുവിനും എനിക്കും കടന്നു പോകാൻ സ്ഥലമുണ്ടാകില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഭയം അതായിരുന്നു. ഞാനിങ്ങനെ പോകുമ്പോൾ മറുഭാഗത്ത് നിന്ന് പശു വരരുതേ എന്ന്. പക്ഷെ ഒരിക്കലും വന്നിട്ടില്ല, ഭാഗ്യവശാൽ. ഇപ്പം അങ്ങനെയുള്ള നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ സ്വപ്നങ്ങൾ, ഇതൊക്കെ ഈ നമുക്ക് അതിനെയൊക്കെ ഉണർത്തുന്ന എന്തൊക്കെയോ ബാബുവിൻ്റെ ഈ പുസ്തകത്തിലുണ്ട്. പിന്നെ ആദ്യത്തെ പുസ്തകമാണ്, നമുക്ക് വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. ആദ്യത്തെ ഒരു പുസ്തകമാണ്, നമുക്ക് തോന്നുന്നില്ല. അത്രയധികം നിയന്ത്രണം ഇതിൽ പാലിച്ചിട്ടുണ്ട്. ഒരുപാട് ആശയങ്ങളെക്കുറിച്ച്, ബുദ്ധനെക്കുറിച്ച് പറയുന്നു, ഗാന്ധിജിയെക്കുറിച്ച് പറയുന്നു, യേശുവിനെക്കുറിച്ച് പറയുന്നു, നബിയെക്കുറിച്ച് പറയുന്നു. ഇവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേടകത്തിൽ നിന്ന് ഭൂമിയെ കാണുന്നത് പോലെ ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഇവരൊക്കെ കാണുകയാണ്. ഓരോരുത്തരായി നമ്മുടെ മുമ്പിൽ അവതരിക്കുകയാണ്. നബിയും ബുദ്ധനും യേശുവും എല്ലാവരും തന്നെ, രാമനും. പിന്നെ അങ്ങനെ ഉള്ള ഒരു അത്ഭുതകരം ഒരു കാഴ്ച പുസ്തകമാണിത്. അതേസമയത്ത് തന്നെ ആശയങ്ങൾ കൂടെയുള്ള യാത്രയാണ്, ആശയങ്ങളുടെ പുസ്തകം കൂടിയാണിത്. പിന്നെ ഇത് അവസാനിപ്പിക്കുന്നതും വളരെ രസകരമാണ്. അദ്ദേഹം പറയുന്നത് ഓരോ യാത്രയും ഒരു പുസ്തകമാണെന്നുള്ളതാണ്. അപ്പം നമ്മൾ കൂടുതൽ 2 യാത്രകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ 2 പുസ്തകങ്ങളായി മാറുകയാണ്. 100 യാത്രകൾ ചെയ്യുമ്പോൾ 100 പുസ്തകങ്ങളാകും. അങ്ങനെ നമ്മുടെ ജീവിതം ഒരു ലൈബ്രറി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ പുസ്തകത്തിന് അവസാനിക്കുന്നത്. അങ്ങനെയാണ് ഓരോ യാത്രയും ഓരോ പുസ്തകമാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു പുസ്തകം നമുക്ക് നൽകിയതിന് ബാബുവിന് നന്ദി. അപ്പം ഇനിയും എഴുതട്ടെ,
മടിക്കണ്ട. ആത്മവിശ്വാസം ആദ്യം എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി ആത്മവിശ്വാസം ഇല്ല എന്നുള്ളത്. പക്ഷേ അത് വേണ്ട, നല്ലൊരു പുസ്തകമാണ്. ഇപ്പം മിനിയത്തെ പുസ്തകം ഇതിലും നന്നാകട്ടെ, അത് കുറേ കൂടി വലിയ യാത്രയുള്ളതാകട്ടെ. ഇതിൽ കൂടുതൽ വലുതാകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഇതിലുണ്ട്, ബുദ്ധനും യേശുവും എല്ലാം ഇതിലുണ്ട്. പക്ഷെങ്കിലും ലോകം വളരെ വലുതാണ്, ആശയങ്ങൾ ഒരുപാടുണ്ട്, കാഴ്ചകൾക്ക് അവസാനമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം. അപ്പോൾ ബാബുവിന് എല്ലാ തരത്തിലുള്ള ആശംസകൾ നേരുന്നു. നന്ദി. വളരെ നന്ദി മുകുന്ദേട്ടൻ ഏറ്റവും അവസാനം എഴുതിയ എൻ്റെ എംബസി കാലം ഇതേ വേദിയിൽ 21-ാം തീയതി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള സന്തോഷവിവരം കൂടി അറിയിക്കുന്നു. എല്ലാവരെയും വരുന്ന 21-ന് കേരള ഹൗസിലെ ഇതേ വേദിയിലേക്ക് ക്ഷണിക്കുകയും കൂടി ചെയ്യുന്നു. ഈ ചടങ്ങിന്, ഈ പുസ്തക പ്രകാശനത്തിന് ആശംസകൾ നേരുന്നതിന് വേണ്ടി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ അനീഷ് രാജനെ ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും എല്ലാ ബഹുമാന്യർക്കും നമസ്കാരം. ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ഈ പുസ്തകത്തെപ്പറ്റി പുസ്തകം പരിചയപ്പെടുത്തി സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇതിൽ ആദ്യത്തെ പേജിൽ തന്നെ പറയുന്നത്, നിങ്ങൾ നിറയെ മദ്യപന്മാരുള്ള സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങളൊരു മദ്യപനാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു ഭക്തി മാർഗത്തിലുള്ള ആളാണെങ്കിൽ, ആ സംഗീതത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഭക്തിയുള്ള ഒരാളായി മാറാൻ സാധ്യതയുണ്ട് എന്ന് ബാബു സാറ് പറയുന്നുണ്ട്. ഞാനിവിടെ ശാസ്ത്രി ഭവനിൽ മിനിസ്ട്രി ഓഫ് കൾച്ചറിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ശാസ്ത്രി ഭവനിലേക്ക്, മിനിസ്ട്രി ഓഫ് കൾച്ചറിലേക്ക് യാത്ര ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, സംസ്കാരമുള്ള ഒരു ശാസ്ത്രിയായിരിക്കുമെന്ന് കരുതിയ തെറ്റിദ്ധാരണ കൊണ്ടാവാം ഒരു പക്ഷേ സാർ എന്നോട് ഇതിനെപ്പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞത്. എനിക്കൊരു സംശയം, മദ്യപന്മാരായ ഭക്തന്മാരെ പറ്റി എന്ത് പറയുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭക്തന്മാരായ മദ്യപന്മാരുമുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിലെ ഉത്സവത്തിന്, പ്രത്യേകിച്ച് എൻ്റെ നാട്ടിലെ എറണാകുളത്തെ അമ്പലത്തിലെ ഉത്സവത്തിനും ആറാട്ടിനുമൊക്കെ നന്നായിട്ട് മദ്യപിച്ചിട്ട് പോകുന്ന ആളുകളുമുണ്ട്. എന്നാലും ആറാട്ടിനൊരു ഉശിരി വരൂ എന്ന് പറയുന്ന ആളുകളുമുണ്ട്. എനിവേ, എല്ലാ തിയറികൾക്കും അതിൻ്റേതായ അനോമലീസ് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണമല്ലോ. ഇതിൻ്റെ ഈ പുസ്തകം ഞാൻ ഒറ്റയിരുപ്പിന് വായിച്ച് തീർത്തു, കിട്ടിയൊരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ. ഈ പുസ്തകം വായിച്ച് തീരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത, അല്ലെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് തോന്നുന്നത്, നിങ്ങൾ പുസ്തകം വായിച്ചില്ല എന്നാണ്. മറിച്ച് നിങ്ങൾ ബാബു പണിക്കരോട് സംസാരിച്ചു എന്നേ നിങ്ങൾക്ക് തോന്നുള്ളൂ. അദ്ദേഹം എങ്ങനെയാണോ നിങ്ങളോട് സംസാരിക്കുന്നത്, ആ രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. 2, എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഈ ഫിലോസഫിയിലൊക്കെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആശയത്തെ, ഒരു പ്രത്യേക ആശയത്തെ എടുത്തിട്ട് വിപുലീകരിക്കും. അതിനെ അവർ പലതരത്തിൽ സിദ്ധാന്തവൽക്കരിക്കുകയോ, അല്ലെങ്കിൽ ഫിലോസഫേഴ്സിന് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട വാക്കെന്ന് പറയുന്നത് പ്രോബ്ലമറ്റൈസ് ചെയ്യുക. അബദ്ധവശാൽ ഒരു ഫിലോസഫർ ഇരിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴാണ് അദ്ദേഹത്തെ കണ്ടത്, ഇനി ഞാൻ പറയില്ല. അപ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, ഇതിനെ പ്രോബ്ലമറ്റൈസ് ചെയ്യുക എന്ന് പറയും. ഒരു വാക്കിനെയോ ഒരു ആശയത്തെയോ എടുത്തിട്ട് അതിൻ്റെ സമ്പൂർണമായ മേഖലയെപ്പറ്റി അതിനെ തൊട്ട് സംസാരിക്കുക, അതിനെ തൊട്ടൊരു ഗവേഷണാത്മകമായിട്ട് ഇതിനെ അവതരിപ്പിക്കുക എന്നുള്ള ഒരു വലിയ സാഹസമാണ് സാർ ഇവിടെ ചെയ്തിരിക്കുന്നത്. കാരണം യാത്ര എന്ന് പറയുന്നൊരു രൂപകത്തെ എടുത്തിട്ട് അതിന് ചുറ്റും, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെടുത്തി എന്തെല്ലാം ഉണ്ടാകാമോ അതെല്ലാം ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണം എന്ന് പറയുന്നത് യാത്രയെപ്പറ്റി മാത്രമല്ല, മറിച്ച് യൂറി ഗഗാറിൻ എത്രാമത്തെ മിനിറ്റിലാണ് ബഹിരാകാശത്ത് ഇറങ്ങിയത് എന്നുള്ളത് മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ഇതിൽ പറയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് യാത്രയെപ്പറ്റി മാത്രമല്ല ഇതിൽ പറയുന്നത്, ആ യാത്രയോട് ബന്ധപ്പെട്ട് എന്തെല്ലാം ഉണ്ടോ, അത് രാഷ്ട്രീയമാവട്ടെ, ബഹിരാകാശമാവട്ടെ, സിദ്ധാന്തങ്ങളാവട്ടെ, ഭക്തിയാവട്ടെ, ടൂർ പാക്കേജസുകളാവട്ടെ, ഇതിനെപ്പറ്റിയെല്ലാം വളരെ വിപുലമായ ഒരു അറിവിൻ്റെ ശേഖരമായിട്ടാണ് ഈ പുസ്തകം. വളരെ സരളമായിട്ടും അടുത്തിരുന്ന് പറഞ്ഞു തരുന്ന രീതിയിലുമാണ് ഇത് എഴുതിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഒരു അറിവിൻ്റെ ഏകകം കൂടിയാണ്. അതുകൊണ്ട് യാത്ര ചെയ്തു വരുന്നവർ എന്തോ അറിവുള്ളവരാണ് എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെ തെറ്റായ ധാരണയല്ല, ശരിയായ ധാരണ തന്നെയാണ്. യാത്ര എന്ന് പറയുന്നത് ഒരു പക്ഷേ
ഒരു വലിയ കാലഘട്ടം വരെ ഇന്ത്യയിലെ സാഹചര്യങ്ങളിൽ അത്ര ആശാസ്യകരമായ ഒന്നുമല്ലായിരുന്നു. നിങ്ങൾ യാത്ര ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആസ്ക്രൈബ്ഡ് ഐഡൻറ്റിറ്റീസ് റദ്ദ് ചെയ്യപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഗാന്ധിയുടെ വീട്ടുകാർക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ ഗാന്ധിയുടെ യാത്രയെ പറ്റിയിട്ടൊരു പുസ്തകമുണ്ട്, അറ്റ്ലാന്റിക് ഗാന്ധി എന്നാണ് അതിൻ്റെ പേര്. അതിൽ നളിനി നടരാജൻ എഴുതിയത്. അപ്പോൾ ഈ നളിനി നടരാജൻ പറയുന്നത് ഗാന്ധിയുടെ രാഷ്ട്രത്തെ പറ്റിയും മനുഷ്യന്മാരെ പറ്റിയുമുള്ള എല്ലാ വീക്ഷണങ്ങളും രൂപപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഈ അറ്റ്ലാന്റിക് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ യാത്രയാണ്, ഷിപ്പിലെ യാത്രയാണ്. ഈ യാത്രയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ആസ്ക്രൈബ്ഡ് ഐഡൻറ്റിറ്റീസ്, തൻ്റെ സ്വത്വബോധത്തിൻ്റെ, തൻ്റെ ജാതിബോധത്തിൻ്റെ എല്ലാ ഐഡൻറ്റിറ്റീസും വിഘടിച്ചു പോകുന്നതായിട്ടും ആ ഷിപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ എങ്ങനെയാണ് അവരുടെ ശ്രേണീഘട്ടങ്ങളിൽ എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഗാന്ധിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഗാന്ധി മുകളിലിരുന്നു കൊണ്ട് ഈ കപ്പലിലെ താഴെയുള്ളവരെല്ലാവരെയും കണ്ടതുകൊണ്ടാണ് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു നിരീക്ഷണമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നവർ കടൽ കടക്കുന്നതോടുകൂടി നിങ്ങൾ ജാതിഭ്രഷ്ടനാകുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ടായിരുന്നു. അതിനുശേഷം അതിനെല്ലാം അനുവർത്തിച്ചുകൊണ്ട് യാത്ര എന്ന് പറയുന്നത് വളരെ സാഹസികമായ ഒരു പ്രവൃത്തി തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ പഴയ നോവലുകളിലൊക്കെ ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ എല്ലാ മഹാന്മാരായ എഴുത്തുകാരും മുകുന്ദൻ സാർ ഉൾപ്പെടെയുള്ളവർ നമുക്ക് മുന്നിൽ വെക്കുന്നത് കേരളത്തിൻ്റേതല്ലാത്തതായിട്ടുള്ള ഒരു പശ്ചാത്തലമാണ്. നിങ്ങൾ യാത്ര ചെയ്ത് വന്നിട്ട് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്ത് പോകുന്നതോടുകൂടി നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് മാറുകയും ആ സ്ഥലത്ത് നിന്ന് മാറുന്നത് നിങ്ങൾ സ്ഥലത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ആ ആഗ്രഹത്തെ നിരന്തരം പരിപോഷിപ്പിക്കുകയും ആ ആഗ്രഹം ഒരു അഭാവമായിട്ട് നിലനിൽക്കുകയും ആ അഭാവത്തിൽ നിങ്ങൾ വേറെ പല ജ്ഞാനമേഖലകളും കണ്ടെത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാത്രകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതുകൊണ്ട് യാത്ര ചെയ്ത് തിരിച്ചു വരുന്നവൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമായിട്ട് ഒരു സാഹചര്യത്തിൽ മാറുന്നുണ്ട്. പല നോവലുകളിലും അങ്ങനെ ഉണ്ട്. അയാൾ ഒരാൾ ജാതിയിൽ താഴ്ന്ന ഒരാൾ യാത്ര ചെയ്ത് പോകുന്നു, തിരിച്ച് കുറേ കാലത്തിന് ശേഷം വരുന്നു, അതിനുശേഷം അവൻ വിദ്യാഭ്യാസം നേടുകയും അവിടുത്തെ പ്രധാന വ്യക്തിത്വമായിട്ട് മാറുകയും പക്ഷേ അവന് ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റാതെ വരികയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ജാതീയബോധം മാത്രമല്ല മാറ്റിമറിക്കുന്ന ഒന്നായിട്ട് അവൻ്റെ യാത്രയുടെ അനുഭവം അവനെ ശീലിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ യാത്രകൾ വളരെ പ്രധാനപ്പെട്ട ഒരു രൂപകമായിട്ട് നമ്മുടെ സാംസ്കാരിക ബോധത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ അത് ഏറ്റവും വളരെ സട്ടിലായിട്ട് സാർ മനസ്സിലാക്കിയിട്ടാണ് ഇത് മൊത്തം ഈ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നുള്ള പേരിൽ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയും. ഇപ്പോൾ ഹുവാൻ സാങ് മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത് യാത്രയാണ്. കാരണം അദ്ദേഹത്തോട് അന്നത്തെ ചൈനീസ് രാജാവ് ചൈന കടന്നു പോകരുതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതുകൊണ്ട് കടന്നു പോയതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ത്യ മൊത്തം സഞ്ചരിക്കുകയും ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ മാനുസ്ക്രിപ്റ്റ്സ് എടുത്തുകൊണ്ട് പോയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം ജ്ഞാന വിവരങ്ങൾ എടുത്തിട്ട് തിരിച്ച് രാജാവിൻ്റെ അടുത്ത് ചെല്ലുകയും ശിക്ഷയിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യുന്നു. അതുകൊണ്ട് യാത്രയാണ് ഹുവാൻ സാങ്ങിനെ രക്ഷിച്ചത് എന്ന് മാർട്ടിൻ പുഷ്നറിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈയിടെയായിട്ട്. അപ്പോൾ ഈ യാത്രകളുടെ എന്തെല്ലാമാണോ യാത്രകളെ പറ്റി നിങ്ങൾക്ക് അറിയേണ്ടത് മൊത്തം ഇതിൽ വളരെ സരളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാനിരുന്നിരുന്നൊരു കാര്യമാണ് സോമനാഥൻ സാറ് പറഞ്ഞത്. പണിക്കേഴ്സ് ട്രാവൽസ് മിക്കവാറും റോക്കറ്റ് വിക്ഷേപണം തുടങ്ങുന്ന ഒരു സാധനം അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ പറയാൻ പറ്റുന്നത് അതല്ല. അതിനുശേഷം ചൊവ്വ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും ഒരുപക്ഷെ സാറ് തന്നെ ആയിരിക്കാനും ബാക്കി പല അസോസിയേഷൻസും അമ്പല കമ്മിറ്റികളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. ഇവിടെ അധികം മലയാളികളോട് പരിചയമില്ലാതിരുന്ന എന്നെ ഇത്തരത്തിലുള്ള വേദികളിലേക്ക് കൊണ്ടുവരുവാനുള്ള കാരണം സാറിൻ്റെ സ്നേഹനിർഭരമായ എന്താ പറയുക ശാഠ്യം മാത്രമായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബാബു സാറ് മൂലമാണ് എനിക്ക് പലരെയും പരിചയപ്പെടാനും പല വേദികളിൽ വരാനും സംസാരിക്കാനും ഒക്കെ നിർബന്ധിതനായത്. അപ്പോൾ അതുകൊണ്ട് സാറിൻ്റെ അടുത്ത പുസ്തകത്തിനും സാറിൻ്റെ അടുത്ത എല്ലാ അസോസിയേഷൻ പരിപാടികൾക്കും എല്ലാ ആശംസകളും നേരും. എന്നെ ക്ഷണിച്ചതിനും നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. നന്ദി അനീഷ് സാർ. അടുത്തതായി യാത്രക്കാർ അല്പമെങ്കിലും ഭയക്കുന്നത് പോലീസ് ഇടപെടലുകളെയാണ്. കേരളത്തിൻ്റെ മുൻ DGPയും ഇപ്പോൾ നമ്മുടെ കൊച്ചി മെട്രോ MDയുമായ ബെഹ്റ സാറിനെ ആശംസകൾ പറയാൻ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആളാണ് നമ്മുടെ ചൊവ്വ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ബാബു പണിക്കർ.
അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ദേവി പിന്നെ പാർവ ഇവിടെ ഉണ്ടോ, ഗ്രാൻഡ് ഡോട്ടർ ഉണ്ട്. ഞാൻ എസ്റ്റീംഡ് persons on this side, esteemed person on that side. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ 14 ചാപ്റ്റർ ഉണ്ടോ അദ്ദേഹം ഇപ്പോൾ ഞാൻ കേട്ടു. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല, കാരണം ബാബു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഫോർ മീ ഹീസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാൻ ആക്ച്വലി ഐ നോ ഹിം ഫോർ ദ ലാസ്റ്റ് 35 years. അപ്പോൾ ഞാൻ ഡൽഹിയിലെ ഡെപ്യൂട്ടേഷനുള്ള സമയത്ത് അതിനു മുമ്പ് ഇവിടെ ഫസ്റ്റ് ഒരു മലയാളി ഫ്രണ്ട് ബാബു ആയിരുന്നു. അപ്പോൾ ഐ ഹാവ് ടോൺസ് ഓഫ് തിങ്സ് ടു ടോക്ക് അബൌട്ട് ബാബു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു പോലീസിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. അത് പറഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഇവിടെ CBIയിൽ ജോലി ചെയ്യാൻ സമയത്ത് ബാബു എൻ്റെ ഓഫീസിലേക്ക് വന്നു. ജസ്റ്റ് ഒരു നാട്ടിൽ പോകുന്നായിരുന്നു. അദ്ദേഹം ചില സമയത്ത് പോരും, സാർക്ക് എന്തെങ്കിലും വേണോ അവിടെ നിന്ന് കൊണ്ടുവരാം. ഞാൻ കുറച്ച് ഇങ്ങനെ സംസാരിക്കാൻ സമയത്ത് അദ്ദേഹം പറഞ്ഞു 2 ബസ് നമ്മുടെ കുറച്ച് ആൾക്കാർക്ക് അവിടെ ആൾക്കാർ പോയിരുന്നു. അവർ മഥുര എവിടെ ആണ് പോലീസ് പിടിച്ചിരിക്കുക. ഞാൻ പെട്ടെന്ന് റിയാക്ഷൻ ചെയ്ത് ഓക്കെ സാർ പോലീസ് പിടിച്ചില്ലേ, അപ്പോൾ ഞാൻ എൻ്റെ ബാച്ച്മേറ്റോടെ വിളിച്ച് പറയാം. അദ്ദേഹം പറഞ്ഞു അത് വേണ്ട സാർ, അത് അവർ ഫൈൻ അടിക്കട്ടെ, ഫൈൻ അടിച്ചിട്ട് വന്നാൽ മതിയല്ലോ. അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, പോലീസ് പിടിച്ചു, പിന്നെ അത് ചെയ്താൽ മതി. അതാണ് ബാബു, അതാണ് ആക്ച്വലി ബാബു. ഞാൻ എല്ലാ സമയത്ത് എൻ്റെ സംസാരത്തിൽ പറയാറുണ്ട് യു ബിക്കം എത്തിക്കൽ ലൈക്ക് ബാബു. ഇതാണ് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഇത് അദ്ദേഹം പിന്നെ ഏത് സമയത്ത് ഞങ്ങൾ പിന്നെ എല്ലാ വർഷവും ശബരിമല ഒരുമിച്ച് പോകും. അപ്പോൾ അദ്ദേഹംക്ക് എല്ലാവരെയും അവിടുത്തെ ആൾക്കാരെ എല്ലാ ആളും അറിയാം, അവിടെ തന്ത്രിയോ ഇട്ടാൽ. പക്ഷേ അങ്ങനെ ഇങ്ങനെ ഒരു അഹങ്കാരമോ അങ്ങനെ ഒരു ഭാവമൊന്നുമില്ല. വളരെ ഒരു സിമ്പിളായിട്ട് പോകും, സിമ്പിൾ രീതിയിൽ പോയിട്ട് വരും. ആരോടെ എന്തെങ്കിലും ഒരു ചോദിക്കാൻ ഒരു കാര്യമൊന്നുമില്ല. ഞാൻ എത്ര സമയത്ത് ഞാൻ DGP ആയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ ചോദിക്കാറായിരുന്നു, പക്ഷേ അതും ഒരു കാര്യം ചോദിക്കില്ല. പക്ഷേ അതുകൊണ്ട് ഈ പോലീസ് പിടിച്ചാൽ ഇപ്പോൾ കഥ ഞാൻ പറഞ്ഞില്ലേ, അതിലെ ഒരു ചാപ്റ്റർ ഉണ്ടാക്കണം, ഹൗ ടു ഹാൻഡിൽ പോലീസ്. അതൊരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ മാത്രം അത് പുസ്തകം ശരിയാവും. ഇപ്പോൾ പോലീസ് പിടിച്ച ശേഷം ഈ യാത്രക്കാർ അകത്തകത്ത് ഇരിക്കും. അപ്പോൾ എന്ത് ചെയ്യും അവർ? അപ്പോൾ വെള്ളമില്ല മറ്റേ ഇല്ല, പിന്നെ കുറച്ച് സമയത്ത് അതോ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ ബാബു പറയണം. ബാബു ഒരു 15th ചാപ്റ്റർ അതോ ആൻഡ് 16th ചാപ്റ്റർ സോമനാഥ് സാർ പറഞ്ഞ കാര്യം എടുത്തണം. എങ്ങനെ നമ്മുടെ കാരണം ഇപ്പോൾ ഞാൻ തമാശ പറയുന്നില്ല, ആക്ച്വലി ഇന്നോ ഇല്ലെങ്കിൽ നാളെ നമ്മുടെ ആൾക്കാരെ സ്പേസിലേക്ക് പോകും. ഞാൻ ഒരു മാസം മുമ്പ് ആക്ച്വലി ഹൂസ്റ്റണിൽ പോയിരുന്നു. അപ്പോൾ ഹൂസ്റ്റണിലെ നാസ സെൻറ്ററിൽ പോയി സ്പേസ് സ്റ്റേഷൻ കണ്ടിട്ട് ആ സൈമുലേഷൻ എക്സസൈസ് കാണാൻ സമയത്ത് എനിക്ക് ആക്ച്വലി ഐ ഓൺലി വാസ് റിമെമ്പറിങ് സോമനാഥൻ സാർ ബിക്കോസ് ഐ നോ ഹിം ഫോർ എ വെരി ലോങ് ടൈം. ഐ സെ നമ്മുടെ കുറേ വർഷം ശേഷം നമ്മുടെ ചിലപ്പോൾ അമരൂർ സ്പേസ് സ്റ്റേഷൻ വിൽ ബി അബോവ് ദി വെനസ്. അവിടെ തന്നെ നമുക്ക് നിൽക്കാം. അത് ചെയ്യാം. അത് ആക്ച്വലി ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ? ഇറ്റ് വിൽ ബി എ റിയാലിറ്റി ആഫ്റ്റർ സം ടൈം. സോ ആ സമയത്ത് പണിക്കർ ട്രാവൽസിൻ്റെ ഒരു ബസ് അവിടെ ഇടാം അല്ലേ? ഓക്കെ, അത് നമുക്ക് ചെയ്യാം. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ ടുഡേ, I am not going to say, because if I talk about Babu it will be endless, because I have so many stories to say and good inspiring stories. But I was actually looking at his granddaughter today. I was seeing, and she's a small kid going to the school, in modern school in Delhi. Just think how proud she is today. Her grandfather's book is getting released by the top rocket scientist in the presence of a very eminent Supreme Court judge. And it is actually, that is the pride. എങ്ങനെ നമ്മുടെ കാരണം ഇപ്പോൾ ഞാൻ തമാശ പറയുന്നില്ല, ആക്ച്വലി ഇന്നോ ഇല്ലെങ്കിൽ നാളെ നമ്മുടെ ആൾക്കാരെ സ്പേസിലേക്ക് പോകും. ഞാൻ ഒരു മാസം മുമ്പ് ആക്ച്വലി ഹൂസ്റ്റണിൽ പോയിരുന്നു. അപ്പോൾ ഹൂസ്റ്റണിലെ നാസ സെൻറ്ററിൽ പോയി സ്പേസ് സ്റ്റേഷൻ കണ്ടിട്ട് ആ സൈമുലേഷൻ എക്സസൈസ് കാണാൻ സമയത്ത് എനിക്ക് ആക്ച്വലി ഐ ഓൺലി വാസ് റിമെമ്പറിങ് സോമനാഥൻ സാർ ബിക്കോസ് ഐ നോ ഹിം ഫോർ എ വെരി ലോങ് ടൈം. ഐ സെ നമ്മുടെ കുറേ വർഷം ശേഷം നമ്മുടെ ചിലപ്പോൾ അമരൂർ സ്പേസ് സ്റ്റേഷൻ വിൽ ബി അബോവ് ദി വെനസ്. അവിടെ തന്നെ നമുക്ക് നിൽക്കാം. അത് ചെയ്യാം. അത് ആക്ച്വലി ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ? ഇറ്റ് വിൽ ബി എ റിയാലിറ്റി ആഫ്റ്റർ സം ടൈം. സോ ആ സമയത്ത് പണിക്കർ ട്രാവൽസിൻ്റെ ഒരു ബസ് അവിടെ ഇടാം അല്ലേ? ഓക്കെ, അത് നമുക്ക് ചെയ്യാം. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ ടുഡേ,
I'm not going to say, because if I talk about Babu, it will be endless, because I have so many stories to say and good, inspiring stories. But I was actually looking at his granddaughter today. I was seeing, and she's a small kid going to the school, in modern school in Delhi. Just think how proud she is today. Her grandfather's book is getting released by the top rocket scientist in the presence of a very eminent Supreme Court judge. And it is actually, that is the pride. So that is what I wanted to say. അപ്പോൾ ബാബു നേരത്തെ ഒരു ഫിലിം ഉണ്ടാക്കിയായിരുന്നു. ആ ഫിലിം ബാബു തന്നെ പോയി കണ്ടു, വേറെ ആരും പോയിട്ടില്ല. പിന്നെ അപ്പോൾ അത് കാരണമായിട്ട് പുള്ളി പറഞ്ഞു ആ നല്ല ഒരു ഫിലിം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നെ ഇപ്പോൾ ഒരു പുസ്തകം ഉണ്ടാക്കി. ഈ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമാണോ, അതിൽ സജീവ് ബാലകൃഷ്ണനുടെ കാർട്ടൂൺസ് ഉണ്ടോ, സജീവൻ്റെ ഒരു ഭയങ്കര അടുത്തുള്ള അദ്ദേഹം എവിടെ പോയി, അത് ഇവിടെ ഉണ്ടോ, വന്നിട്ടില്ല അല്ലേ, വന്നില്ല. അദ്ദേഹം ഒരു ഇൻകം ടാക്സ് കമ്മീഷണർ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിൽ ഹി റൺസ് ദ കാർട്ടൂൺ അക്കാഡമി ആൻഡ് ഹി ഈസ് എ വെരി ബ്രില്യൻറ്റ് ഫെലോ. അപ്പോൾ അദ്ദേഹയുടെ പടങ്ങൾ അതിൽ തന്നെ ഉണ്ട്. എനിക്ക് ഭയങ്കര അട്രാക്ഷനായി. ഞാനിപ്പോൾ കുര്യൻ സാർ ഇപ്പോൾ പറഞ്ഞു ഇതൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരാൻ പോകുന്നുണ്ട്, അത് സമയത്ത് ഞാൻ വായിച്ചോളാം, ഇല്ലെങ്കിൽ ബാബു അല്ലെങ്കിൽ ദേവി നമുക്ക് ഈ കഥകളൊന്ന് പറഞ്ഞോളൂ. അറ്റ് ഓൾ ദ ബെസ്റ്റ് ഫോർ ആൻഡ് ലെറ്റ് ഹിം റൈറ്റ് ദ സെക്കൻഡ് ബുക്ക്. പക്ഷേ 2 ചാപ്റ്റർ ആഡ് ചെയ്യണം, അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് എൻകറേജ് ചെയ്താൽ മതി. സോ നമസ്കാരം, താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി ബെഹ്റ സർ. അടുത്തതായി നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറുപടി പ്രസംഗമാണ്. ഇന്നത്തെ പുസ്തകത്തിൻ്റെ രചയിതാവ് ബാബു പണിക്കർ സംസാരിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, ഇവിടെ എല്ലാവരും എന്നെപ്പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. അതിന് അർഹനല്ലെങ്കിലും തീർച്ചയായിട്ടും ഇത് ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ ഒരു എഴുത്തുകാരനോ അല്ലെ അതിനെ മാത്രമുള്ള മേന്മയുള്ള സൃഷ്ടികൾ സൃഷ്ടിക്കാനുള്ള ഇപ്പം മുകുന്ദേട്ടനൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ ഇരിക്കാൻ പോലും യോഗ്യനല്ല സാഹിത്യത്തെപ്പറ്റി പറയുവാണെങ്കിൽ. തീർച്ചയായിട്ടും ഇതൊരു എഴുതി വന്നപ്പം സുധീർനാഥിൻ്റെ പ്രചോദനവും എന്നിട്ട് ഞാൻ DC ബുക്സിൻ്റെ കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുമ്പം ഞാനൊരു നിരന്തരമായിട്ട് അവിടെ പോകുമായിരുന്നു, സ്ഥിരമായിട്ട് പോകുമായിരുന്നു. അവിടെ പോയി ഒരു ദിവസം കറങ്ങി നടക്കുമായിരുന്നു, പുസ്തകങ്ങൾ മേടിക്കുമായിരുന്നു. കുറേയധികം പുസ്തകങ്ങൾ ഉള്ളത് കിട്ടുമായിരുന്നു, പുസ്തകങ്ങളെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അങ്ങനെ മേടിച്ച് കുറേയധികം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. വായനാശീലം പണ്ടുതൊട്ടേ ഉള്ളതുകൊണ്ട് കുറേയധികം എനിക്ക് പുരാണങ്ങളോട് വലിയ താല്പര്യമായിരുന്നു, അങ്ങനെയുള്ള വായന ഉണ്ടായിരുന്നു. 2024 ജനുവരിയിൽ എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹമാണ്. DC അദ്ദേഹം എന്നോട് പറഞ്ഞ്, രവി സാറ് പറഞ്ഞു ബാബു അരമണിക്കൂർ ടൂറിസത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു, യാത്രയെക്കുറിച്ച്. ഞാൻ അവിടെ അടുത്ത ആ ദിവസം ചെന്നു, സമയം തന്നിരുന്നു ഒരു ദിവസം. എന്നാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി, നല്ല രീതിയിലുള്ള ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു അവിടെ. ഞാൻ പറഞ്ഞു ഇത് ഞാൻ സംസാരിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അന്ന് ബെഹ്റ സാറും ഉണ്ട് അവിടെ, അന്നത്തെ ദിവസം വേറൊരു വേദിയിൽ ബെഹ്റ സാറുണ്ട്. അങ്ങനെ സംസാരിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിച്ചില്ല, അവിടെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. അത് അവിടെ ടൂറിസത്തെക്കുറിച്ച് ഞാനിങ്ങനെ യാത്രയെക്കുറിച്ചും യാത്രാനുഭവങ്ങളെക്കുറിച്ചും ഈ രാമായണത്തിൻ്റെ കാര്യം അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. കാരണം ഏറ്റവും ആദ്യത്തെ ട്രാവലോഗ എന്നുള്ള രീതിയിൽ വിശ്വാമിത്രൻ രാമനെ ആദ്യം കൊണ്ടുപോകുമ്പോൾ, രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോകുമ്പോൾ വിശ്വാമിത്രൻ മിഥില വരെയുള്ള സ്ഥലങ്ങളുടെ അഹില്യമോഷമൊക്കെ പറയുന്ന കൂട്ടത്തിൽ ആ സ്ഥലങ്ങളുടെ മൊത്തം വർണ്ണന നടത്തുന്നുണ്ട്. അത് കണക്ക് തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശ്രീരാമൻ വനവാസത്തിന് പോകുമ്പം സീതയോട് വർണ്ണിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ശ്രീരാമൻ കടത്തിക്കൊണ്ടുപോയി രാവണൻ കടത്തിക്കൊണ്ടുപോയി കഴിഞ്ഞിട്ട് സുഗ്രീവൻ വാനരന്മാരെയെല്ലാം വിളിച്ചിട്ട് ഭാരതത്തിൻ്റെ മൊത്തം ഭൂമിശാസ്ത്രം, ഓരോ രാജ്യങ്ങളും അന്നത്തെ ആ രാജ്യത്തിൻ്റെ പേരുള്ള രാജ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിവരിക്കുന്നുണ്ട്. രാജ്യങ്ങളെക്കുറിച്ച് അവിടുത്തെ ഭൂപ്രകൃതിയെപ്പറ്റി മൊത്തം വിവരിക്കുന്നുണ്ട് സുഗ്രീവൻ. അന്നേരം അങ്ങനെ ഒരു വർണ്ണന ഞാൻ ആദ്യമായിട്ട് വായിക്കുമ്പോൾ, രാമായണം വായിക്കാൻ പറ്റിയ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. അന്നേരം അതിനെക്കുറിച്ച് അവിടെ പ്രസംഗിച്ചത് മുഴുവൻ അന്ന് അവിടെ പ്രസംഗിച്ചു. അന്നേരം അദ്ദേഹം അവിടെ ഇരുന്ന കുറേ അധികം ആൾക്കാർ പറഞ്ഞു, ഈ പറഞ്ഞത് കാര്യങ്ങളൊക്കെ നിങ്ങളൊരു പുസ്തകത്തിലൂടെ ആയിക്കൂടെ എന്ന് ചോദിച്ചു. എന്നാ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ലല്ലോ, പുസ്തകത്തിലാക്കുന്ന വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, ചെയ്തേക്കാം എന്ന് പറഞ്ഞ് അന്ന് അന്നേരം അദ്ദേഹത്തിനോട് സംസാരിച്ച്, രവി സാറിനോട് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞ് എഴുതിക്കോ, ഞങ്ങൾ പബ്ലിഷ് ചെയ്യാം, ബാബു ഒരു ബുക്ക് എഴുതിക്കോളാൻ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ അപകടം മനസ്സിലാക്കി എഴുതി തുടങ്ങിയപ്പോഴാണ്
25 പേജ് എഴുതിയപ്പോഴത്തേക്കും കാറ്റുപോയി. ഇനി എഴുതാനൊന്നും ഇല്ലാതായി. 25 പേജ് എന്തൊക്കെ തട്ടിക്കൂട്ടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മുട്ടിച്ച് എഴുതി, 1-2 ചാപ്റ്ററൊക്കെ എഴുതി, യാത്രയെക്കുറിച്ച് എഴുതി. അന്നേരം മനസ്സിലായി ഇത് ആപ്പാട് 20 പേജ് വന്നു കഴിഞ്ഞാൽ പുസ്തകം അങ്ങനെ ഇറങ്ങുന്നത്. അന്നേരം പിന്നെ യാത്രയുടെ വിവിധ മേഖലകളെക്കുറിച്ച് പിന്നെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. കാര്യങ്ങളെക്കുറിച്ച് കുറച്ചൊക്കെ അറിയണമെന്ന് പറഞ്ഞ് ഇത് 10 മാസം എടുത്ത് ഇത് എഴുതാനായിട്ട്. ഈ 110 പേജ് എഴുതാനായിട്ടും പിന്നെ അത് തിരുത്താനും പിന്നെ രണ്ടാമത് തിരുത്താനും പിന്നെ തിരുത്താനും ഒക്കെ. അന്നേരം ഇത് എങ്ങനെയാണോ ബാക്കിയുള്ളവരൊക്കെ ഇത്രയൊക്കെ എഴുതുന്നതെന്നുള്ള എനിക്ക് ആ അത്ഭുതത്തോടെ കൂടെ മാത്രമേ നോക്കി നിൽക്കാൻ സാധിക്കത്തുള്ളൂ. ഇതൊന്ന് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ വിസയെ പറ്റിയൊക്കെ ഇതൊന്ന് നിറയ്ക്കാൻ വേണ്ടിയിട്ട് എഴുതിയ ഇതൊക്കെ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ യാത്ര പോകുന്ന അനുഭവങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അത് കണക്ക് തന്നെ ഈ ടൈറ്റാനിനെക്കുറിച്ചും ടൈറ്റാനിക് കാണാൻ പോയ അവശിഷ്ടങ്ങൾ കാണാൻ പോയതിനെക്കുറിച്ചൊക്കെ പിന്നെ ഇതിനകത്ത് നിറച്ചതാണ്, നിറയ്ക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടും. പിന്നെ കേരളത്തിനെക്കുറിച്ച് നമുക്ക് എന്നും അഭിമാനമേ ഉള്ളൂ. ഞാനിവിടെ ഡൽഹി സമൂഹത്തിൻ്റെ ഇടയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇവിടുന്ന് വിട്ടുമാറാനോ ഇവിടുത്തെ ആൾക്കാർക്ക് മാറി നിൽക്കാനോ നമുക്ക് ആകത്തില്ല. കാരണം ഇത് ആത്മാവിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഞാനവിടെ നാട്ടിലും പറയാറുണ്ട്, ഇത് ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഇടയിലല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ലാതായി പോയാണ്. അംഗീകരിക്കാൻ നമ്മൾ കാണിക്കുന്നൊരു ശ്രദ്ധ, ഒരു മനുഷ്യൻ്റെ ചെറിയ പ്രവൃത്തികൾ പോലും അംഗീകരിക്കാനായിട്ട് നമ്മൾ മലയാളികൾ കാണിക്കുന്ന ഇത് നാട്ടിൽ കാണത്തില്ല. ഈ ഒരു സുഹൃത്ത് ബന്ധവും ഈ ഒരു സ്നേഹബന്ധവും ഈ നമ്മുടെ ചട്ടക്കൂടി ഒരു മലയാളിക്ക് ഒരു വോയിസ് ഒരു വാട്സാപ്പിൽ ഇട്ടാൽ മതി. ഇന്ന കണക്ക് ഒരാവശ്യം എന്ന് പറയുമ്പം 1000 പേര് ഒരേപോലെ അണിനിരന്ന് നമ്മൾ ഇവിടെ മാത്രമേ ഞാനത് കണ്ടിട്ടുള്ളൂ. ഇത് കേരളത്തിലോ അല്ലെങ്കിൽ മറ്റ് ഏത് വിദേശ രാജ്യങ്ങളിലോ നോക്കിക്കോളൂ, ഒരിടത്തും കാണാൻ സാധിക്കത്തില്ല ആ രീതിയിലുള്ള സ്നേഹബന്ധം. ഇവിടെ പ്രവർത്തിക്കാൻ സാധിച്ചത് തന്നെയാണ്. എനിക്ക് നമ്മുടെ ഇതിപ്പം ബിസിനസ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും നാട്ടിലാണെങ്കിൽ അങ്ങനൊന്നും ആകത്തില്ല. ഇവിടെയാണെങ്കിൽ മലയാളികൾ കൂടുതൽ വന്ന് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ബസ് യാത്ര ചെയ്യുന്നത് നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന മലയാളികളാണ്. കാരണം അവൻ എൻ്റെ നല്ല സർവീസ് ആയതുകൊണ്ട് മാത്രമല്ല, ഞാനൊരു മലയാളി ആയതുകൊണ്ട് കൂടിയാണ്. കാരണം ആ ഒരു ബന്ധമാണ്. നമ്മുടെ ആൾക്കാരുടെ ബസ്സാണല്ലോ, നമ്മുടെ ആൾക്കാരാണല്ലോ, ഇവിടെ മലയാളികളാണല്ലോ, അവർക്ക് എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചിട്ടും അവരുടെ വിശ്വാസം ആ രീതിയിൽ നമ്മൾ അന്യോന്യമുള്ള വിശ്വാസമാണ്. ഈ സ്നേഹം മറ്റുള്ളിടത്തൊരിടത്തും കാണാൻ സാധിക്കത്തില്ല. ഇപ്പം തന്നെ ഞാൻ ഇവിടെ സുധീറിനോട് ഞാൻ പറഞ്ഞു, സുധീർ പറഞ്ഞ് ചെറിയൊരു സ്ഥലത്ത് ഇത് ഓർഗനൈസ് ചെയ്താൽ മതി, നമ്മൾ കുറച്ച് ആൾക്കാരെ വിളിക്കാം, നമ്മുടെ 19 പേരോ 10-60 പേരോ വരും, കുറച്ച് ഒരു 100-200 പേരെ വിളിച്ചാൽ 19 പേര് സാധാരണ ബുക്ക് റിലീസിന് വരും. പക്ഷേ ഇവിടെ ഞാൻ വിളിച്ചവരെല്ലാവരും വന്നു എന്നുള്ളതാണ്. ആ സ്നേഹം കാണുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ തിരിച്ചു നൽകാമെന്നുള്ളതാണ്. ഇതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഈ കടമൊക്കെ കടവായിട്ട് തന്നെ കിടക്കും. അങ്ങ് പോകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് കടങ്ങളായിട്ട് ബാക്കി കിടക്കുകയാണ് ഇതെല്ലാം. ഇത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അന്യോന്യം പ്രവർത്തിച്ച്, ഇപ്പം ചൊവ്വയിലെ മലയാളി അസോസിയേഷൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ ഡൽഹിയിൽ 100 ചില്ലുവാനോ അസോസിയേഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ സാറ് പറഞ്ഞ കണക്ക് മല കയറുന്ന അനുഭവം ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ഈ അസോസിയേഷൻ്റെ പ്രവർത്തനം എന്നൊക്കെ പറയുന്ന ഈ മല കയറുന്ന ഒരു ആത്മീയ യാത്രയാണ്. ഈ ഉയരങ്ങളിലോട്ട് കയറുന്തോറും നമ്മൾ അടുത്തോണ്ടേയിരിക്കും. മലയുടെ മേളിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ ചെല്ലുന്നത്, എല്ലാവരും ഒന്നിച്ചെടുക്കും. നമ്മൾ അന്യോന്യമുള്ള അകലം കുറയുകയാണ്. അന്നേരം മല കയറുന്ന കണക്കാണ് അസോസിയേഷൻ്റെ പ്രവർത്തനം. നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്ന ഒരേ ലക്ഷ്യത്തോടാണ്, മലയാളികളുടെ നന്മയ്ക്ക് കരുതിയാണ്. ഈ 100 ചില്ലുവാനോ അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് ഇവിടുത്തുള്ള മലയാളികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഒരു ഭാഷൻ്റെ ചട്ടക്കൂടിൽ 6 ജ്ഞാനപീഠം അവാർഡ് നേടിയ ഭാഷ, എന്തെല്ലാം എത്രയോ വലിയ സമ്പത്തുള്ളൊരു ഭാഷ, എത്രയോ സാഹിത്യകാരന്മാരും എത്രയോ കവികളും എത്രയോ സംഭാവന ചെയ്തിട്ടാണ് ഇന്നലെ പ്രൗഢഗംഭീരമായ ശ്രേഷ്ഠ ഭാഷയായിട്ട്, എനിക്ക് തോന്നുന്നു 6 ശ്രേഷ്ഠ ഭാഷകളിൽ ഒരു 6ാമത്തെ ശ്രേഷ്ഠ ഭാഷയായിട്ട് ഭാരതം അംഗീകരിച്ചത് മലയാളമാണ്. അത്ര രീതിയിൽ ഉയർന്നു വരണമെങ്കിൽ ഇത് എന്തുമാത്രം ആൾക്കാർ ഇതിൻ്റെ പുറകിൽ മുന്തേട്ടനെ കണക്കുള്ള സാഹിത്യകാരന്മാരുടെ സംഭാവനകൾ എന്തുമാത്രമുണ്ട്. അന്നേരം അതിനൊരു ഒരു ചെറിയ ബുക്കുമായിട്ട് നമ്മളിവിടെ ഒരു സമുദ്രത്തിൻ്റെ മുന്നിൽ സമുദ്രത്തിനെ നോക്കി പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയായിട്ട് മാത്രമേ നമുക്ക് ആ വലിയ സാഹിത്യ ലോകത്തെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അതിന് തീർച്ചയായിട്ടും അതിൻ്റെ ഞാൻ ഒരു കൈവരൽ പോലും അതിനകത്ത് മുക്കാൻ സാധിച്ചിട്ടില്ല. അടുത്ത് നിന്ന് കാറ്റ് കൊണ്ടതേ ഉള്ളൂ. ആ രീതിയിലുള്ള ഇതിന് സാഹിത്യത്തിൻ്റെ ശ്രേഷ്ഠ സൃഷ്ടിയായിട്ട് ഒന്നും പറയാൻ സാധിക്കത്തില്ല. കാരണം ഇത് ഒരു ചെറിയ, അദ്ദേഹം പറഞ്ഞ കണക്ക് ഒരു വർത്തമാനം പറയുന്ന രീതിയിൽ ഞാൻ കുറേ കാര്യങ്ങൾ യാത്രയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുള്ള അനുഭവങ്ങളിൽ നിന്ന്, അത് ബാക്കി വായനയിൽ നിന്നുള്ള അറിവാണ്, ബാക്കി അനുഭവങ്ങളിൽ നിന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത്, ഇതിന് ഏറ്റവും ഉചിതമായ വ്യക്തിയാണ് ഇത്
റിലീസ് ചെയ്തത്, പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം. സാറ് ചോദിച്ചു എന്നെ എന്തിനാ വിളിച്ചതെന്നുള്ള ചോദ്യം ചോദിച്ചു. പക്ഷെ അതിന് ഉത്തരവ് അദ്ദേഹം തന്നെ പറഞ്ഞു. ഇനിയുള്ള യാത്രകൾ ഏത് മേഖലകളിലേക്കായിരിക്കുമെന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ആ മേഖലകളിലേക്കുള്ള യാത്ര ഞാൻ സ്വപ്നയാത്ര എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം മനുഷ്യൻ എപ്പോഴും യാത്രകൾ ചെയ്യാനായിട്ട് ആഗ്രഹം കാണും. നമ്മൾ അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, ശങ്കരാചാര്യരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തിക്കാൻ ശങ്കരാചാര്യർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അമ്മ വിചാരിച്ചപ്പോൾ ശങ്കരാചാര്യർ അവിടെ എത്താൻ സാധിച്ചു. അമ്മ അടുത്ത് നമുക്ക് സാധിക്കത്തില്ല. നമുക്ക് മനസ്സ് വേണമെങ്കിൽ ചന്ദ്രനിലോ സൂര്യനിലോ ഇനിയുള്ള ഏത് സൗരയൂഥത്തിൻ്റെ ഏത് ഗ്രഹങ്ങളിൽ വരെ നമുക്ക് മനസ്സെത്തിക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ശരീരം എത്തിക്കാൻ സാധിക്കത്തില്ല. മനസ്സിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. എത്ര വേണേലും എവിടെ വേണേലും യാത്ര ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള യാത്രകളിൽ നമ്മൾ സംതൃപ്തരാകാറുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞ കണക്ക് റോബോട്ടിനെ അയച്ചിട്ട് അതിൽ നിന്ന് ഇൻഫർമേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കാകുന്ന യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കച്ചവടം പൂട്ടി പോകത്തേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനി ആ നിലവാരത്തിലേക്ക് പോകുമ്പം ഇനി റോബോട്ട് സൃഷ്ടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിയുണ്ട്. അത് കണക്ക് ഇപ്പം സാർ അന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാറിൻ്റെ കൂടെ ഞാനൊരു വേദി പങ്കിട്ടപ്പം സാറ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് അന്ന് വേദിയിൽ പ്രസംഗിച്ചത്. അന്നേരം സാറ് പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തൊക്കെ വന്നാലും മനുഷ്യൻ്റെ മനസ്സ് വിശകലനം ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്തോ ആണോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഫീഡ് ചെയ്യുന്നത് അത് മാത്രമേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആ കമ്പ്യൂട്ടർ നമുക്ക് തിരിച്ചു തരത്തുള്ളൂ. പക്ഷേ അതിനെ വിശകലനം ചെയ്യണമെങ്കിൽ മനുഷ്യൻ വേണം, മനുഷ്യനാണ് കൊടുക്കുക. സാർ പറഞ്ഞ് എന്തൊക്കെ ഉണ്ടായാലും അന്ന് പലരും ആകാംക്ഷ പറഞ്ഞു ഇനിയുള്ള ലോകത്തെ ഡോക്ടർമാർക്കും വക്കീലന്മാർക്കും ഇവർക്കുമൊക്കെ ജോലി ഇല്ലാതാകുന്ന ഒരു നിലവാരത്തിലേക്ക് പോകുമോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആ നിലവാരത്തിലേക്ക് പോകുന്നു. അദ്ദേഹം പറഞ്ഞു അത് അങ്ങനെ പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടണ്ട. കാരണം മനുഷ്യന് മാത്രമേ മാനസികമായിട്ട് വിശകലനം ചെയ്യാനുള്ള ഒരു ശക്തി മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആസ്വദിക്കാനും അത് നേരിട്ട് കണ്ണിൽ കൂടെ കണ്ട് ആസ്വദിക്കാനും അല്ലെ അനുഭവത്തിലൂടെ അറിഞ്ഞ് യാത്രകളിൽ ആസ്വദിക്കാനും മനുഷ്യന് കഴിയാവുന്ന രീതിയിൽ ഒരു യന്ത്രത്തിനും കഴിയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ചിപ്സോ അല്ല എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ആസ്വാദന ശക്തി മനുഷ്യന് നിലനിൽക്കുന്നിടത്തോളം കാലം യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. യാത്രകൾ ഒത്തിരി പേര് അദ്ദേഹം ഇത്രയും സമയം ചെലവഴിച്ച് എനിക്ക് തോന്നുന്നു അദ്ദേഹം ചണ്ഡീഗഡിൽ നിന്ന് ഇതിന് വേണ്ടിയിട്ട് അല്ലെ ഫ്ലൈറ്റിൽ പോകേണ്ട അദ്ദേഹം ബൈ റോഡാണ് അദ്ദേഹം വന്നത്. കുരുക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹം നേരിട്ട് യാത്ര ചെയ്താണ് ഇവിടെ വന്നത്. ഇതിന് സമയവും സൗകര്യവും എനിക്ക് എത്ര കണ്ട് അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞാലും സാധിക്കത്തില്ല. തീർച്ചയായിട്ടും ഇതിന് വരികയും എന്നെക്കുറിച്ച് ഒരുപാട് നല്ല വാക്കുകൾ പറയും. നമുക്ക് ചന്ദ്രയാൻ 3 എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അറിയാം അത് എങ്ങനെയാണ് ഭാരതത്തിൻ്റെ യശസ് ലോകം മുഴുവൻ ഉയർത്തിയതെന്ന്. ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണ്ട്. കാരണം ഭാരതത്തിനും ഇതൊക്കെ സാധിക്കും, നമുക്കും ഇതൊക്കെ വളരെ ചിലവ് കുറഞ്ഞ് സാധിക്കും. അദ്ദേഹം പറഞ്ഞ കണക്ക് തന്നെ ഭാരതത്തിലുള്ള ആൾക്കാരെ ചിലവ് കുറഞ്ഞ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ മിടുക്കന്മാരാണെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ അത് കാണിച്ചു തന്നാണ്. വളരെ ചിലവ് കുറച്ച് നമുക്ക് ഈ സ്പേസ് റിസർച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കാണിച്ചു തന്നാണ്. അങ്ങയുടെ നല്ല വാക്കുകൾക്ക് എന്നും നന്ദിയുണ്ടായിരിക്കും. എന്നും ഹൃദയത്തിൽ പെടുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞ്. അദ്ദേഹത്തിന് ഈ ചടങ്ങിൽ വന്നതിനും നമ്മളോടൊപ്പം ഈ പങ്കെടുത്തതിനും ഈ പുസ്തകം നമുക്ക് പ്രസാദനം ചെയ്തതിനും അദ്ദേഹത്തിന് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തി. ഞാൻ കുര്യൻ ജോസഫ് സാറിനോട് എന്നോട് എപ്പോഴും ഒരു വലിയ സ്നേഹമാണ്. എല്ലാവർക്കും ഞാൻ ആ സ്നേഹത്തിന് പാത്രീഭൂതനായ ഒരാളാണ്. കാരണം എനിക്ക് അറിയത്തില്ല അദ്ദേഹത്തിനോട് എങ്ങനെയൊക്കെയാണോ ഏതൊക്കെ അവസരങ്ങളിലാണോ നമുക്ക് പല കാര്യങ്ങളിലുണ്ടല്ലോ നമ്മളൊരു വ്യക്തിയെ അനുകരിക്കുമ്പോഴല്ലേ വ്യക്തിയെ കാണുമ്പോഴോ നമുക്ക് നന്നാകാൻ തോന്നുന്ന ചില ആൾക്കാരെ കാണുമ്പോഴാണ്, നമ്മളൊന്നും അല്ലാതാകുന്നതും ചില ആൾക്കാരെ കാണുമ്പോഴാണ്. നമുക്കൊക്കെ ആ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്നില്ലോ നമ്മൾ പല പ്രാവശ്യം വെച്ച് മാനസികമായിട്ടും മറ്റുള്ള ഏത് രീതിയിലാണേലും ഒരു വ്യക്തിയുടെ നിലവാരത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് തോന്നുന്നത് ചില വ്യക്തികളെ കാണുമ്പോഴാണ്. കുര്യൻ ജോസഫ് സാറ് പെരുമാറുന്ന കണക്കോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും പെരുമാറ്റവും ചിന്തകളും നമുക്കൊരിക്കലും അതിന് സാമ്യമായിട്ട് നിൽക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. എത്ര ചിന്തിച്ചാലും ആ രീതിയിൽ എത്താൻ സാധിക്കത്തില്ല. എന്നും ആ രീതിയിൽ വളരെ താഴെ നിന്ന് ആരാധനയോടെ നോക്കാനേ സാധിക്കത്തുള്ളൂ. വാക്കുകളിലൂടെ തന്നെ പ്രവൃത്തിയിലും അദ്ദേഹം പ്രവർത്തിക്കുന്ന അങ്ങനെയാണ്. അദ്ദേഹത്തിന് ഈ പെരുമാറ്റം ഏത് രീതി നോക്കുവാണ് നീതിന്യായ വ്യവസ്ഥയിൽ നിങ്ങൾ നോക്കിക്കോളൂ. അദ്ദേഹം കടന്നു വന്ന വഴികൾ ഓരോ ഇതിലാണെങ്കിലും ഞാൻ വളരെയധികം കാലമായിട്ട് അദ്ദേഹത്തെ അടുത്ത ബന്ധം പുലർത്തുന്നതാണ്. എന്നും ആരാധന. ഞാൻ അദ്ദേഹത്തിനോട് ഈ ബുക്കിൻ്റെ കാര്യം പറയാനായിട്ട് അദ്ദേഹത്തിന് വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ മെസ്സേജ് അയച്ചിട്ടാണ് വീട്ടിൽ പോയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിപ്ലൈ ഞാൻ തിരിച്ചു കേട്ടില്ല. അദ്ദേഹം റിപ്ലൈ പറഞ്ഞ ബാബു അന്ന് നാട്ടിലായിരിക്കും, എനിക്ക് അന്ന് വരാൻ അസൗകര്യമുണ്ട്, തീർച്ചയായിട്ടും വരാൻ പറ്റത്തില്ല. അന്ന് നാട്ടിൽ ഞാൻ 16-ാം തീയതി തൊട്ട് നാട്ടിലാണ്. എനിക്ക് 19-ാം തീയതി ഒരു കല്യാണം അവിടെയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ 21-ാം തീയതി തിരിച്ചു വരത്തുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജുണ്ട്. പക്ഷേ ഞാനത് കേട്ടില്ല. ഞാനതിനെ വീട്ടിൽ ചെന്നു. സാറ് പറഞ്ഞ്
ഞാൻ അദ്ദേഹത്തോട് ഇത്രേ ചോദിച്ചുള്ളൂ, സാർ 18-ാം തീയതി ഇവിടെ ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ മെസ്സേജ് ചെയ്ത് ചോദിച്ചുള്ളൂ. എന്നിട്ട് അതിന് അദ്ദേഹം മറുപടി അയച്ചു തന്നു, ഡൽഹിയിലുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്. ഉടനെ ഞാൻ തിരിച്ച് വീട്ടിൽ അവിടെ ചെന്ന് അടിച്ചു, സാർ ബാബു ഇപ്പം ഞാൻ മെസ്സേജ് അയച്ചോളൂ ബാബുവിനെന്ന് പറഞ്ഞു. ബാബു ഇവിടെ വന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇതാണ് സംഭവം, എന്താണ് എൻ്റെ കാര്യം? ഞാൻ പറഞ്ഞു, ഇന്ന ബുക്ക് ഇങ്ങനെ ഞാൻ എഴുതിയിട്ടുണ്ട്, അത് ടീച്ച് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാൻ, ഞാൻ 18-ാം തീയതി തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം നാട്ടിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം തിരിച്ചു വന്ന് നാളെ രാവിലെ 4:50 ഫ്ലൈറ്റിൽ തിരിച്ചു പോവുകയാണ്. ഞാൻ പറഞ്ഞു, സാർ അത് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങ് അതിന് വേണ്ടിയിട്ട് മാത്രം വരുവാണെങ്കിൽ അതിന് ഇല്ലില്ല, ബാബുവിൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ വരും, അത് കൂടെ വരുമെന്ന്. ആ സ്നേഹം കിട്ടണ ഏത് ഈ ജന്മത്തിലെ പുണ്യപ്രവൃത്തി ഒന്നും അല്ലായിരിക്കും, മുജ്ജന്മത്തിൽ എന്തോ പുണ്യപ്രവൃത്തി ചെയ്തതിൻ്റെയാണ് ആ ഒരു അനുഭവം. ആ ഒരു തീർച്ചയായിട്ടും അങ്ങയോട് കടപ്പെട്ടിരിക്കും. അങ്ങയുടെ ആക്ച്വലി നമ്മളൊക്കെ പരമാവധി അങ്ങനെ രീതിയിൽ പെരുമാറാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അദ്ദേഹം മറ്റുള്ളവർ പെരുമാറുന്നതും ആ രീതിയിലൊക്കെ നമുക്ക് ശ്രമിക്കാറുണ്ട്. പക്ഷേ നമ്മളെ കൊണ്ട് ആകത്തില്ല. ആ രീതിയിൽ ഒരു ശകലമെങ്കിലും ആ രീതിയിലുള്ള ഒരു വിനയം പിന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജന്മവും നല്ല രീതിയിൽ നടന്നു പോകും. അങ്ങയോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നമുക്ക് നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് മുകുന്ദേട്ടൻ, ഈ മുകുന്ദേട്ടൻ്റെ ഡൽഹി കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുകുന്ദേട്ടൻ്റെ ഓരോ രചനകളും സാഹിത്യ രംഗത്ത് എന്ത് വലിയ സംഭാവനകൾ ചെയ്ത്, അദ്ദേഹം എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു. അന്നേരം എൻ്റെ ഒരു ചെറിയൊരു പുസ്തകം ഇങ്ങനെ പ്രകാശിക്കുന്ന ഇതിൽ അദ്ദേഹം വരിക എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അത് അദ്ദേഹത്തിൻ്റെ തലത്തിലുള്ള ഒരാൾ ഈ ഒരു ചെറിയ ബുക്കിന് പ്രകാശന ചടങ്ങിലോട്ട് വരികയും അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾ തരികയും, അതുമാത്രമല്ല എന്ത് ഉയർന്ന തലത്തിലുള്ള, നമുക്കൊന്നും സ്വപ്നം കാണാൻ പോലും സാധിക്കത്തില്ല. എന്നെ കണക്ക് ഉള്ള ഒരു ചെറിയൊരു ബുക്ക് എഴുതിയെന്ന് പറഞ്ഞ ഒരാൾക്ക് അതിൻ്റെ പ്രകാശന ചടങ്ങിൽ അദ്ദേഹം വന്നതുകൂടി ആ പ്രകാശന ചടങ്ങിൻ്റെ നിലവാരം ഏത് ലെവലിൽ എത്തിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു ഈ ജന്മം ചെയ്ത കാര്യങ്ങളൊന്നുമല്ല, കഴിഞ്ഞ ജന്മത്തിലെ ഈ സുഹൃത്ത് ബന്ധങ്ങൾ തന്നെ നോക്കിക്കോളൂ. എല്ലാവരും വന്നതൊക്കെ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ എങ്ങനെയാണ് ഇതിന് നന്ദി പറയണമെന്ന് അറിയത്തില്ല. ഇത് അദ്ദേഹം 2 ദിവസം മുമ്പ് വന്നതാണ്. അദ്ദേഹം തിരിച്ചു പോകണ്ടായിരുന്നു. എന്നിട്ട് ഇതുള്ളതുകൊണ്ട് അദ്ദേഹം നിൽക്കാമെന്ന് പറയുകയും അദ്ദേഹം വരികയും നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി ഇത് പങ്കെടുക്കുകയും, അത് പുസ്തകത്തിനെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും, എന്നെക്കാട്ടിലും കൂടുതൽ പരിചയം എൻ്റെ അച്ഛനാണ്. അന്നേരം ആ ഒരു അച്ഛനോടുള്ള ഒരു സ്നേഹമാണ് അദ്ദേഹം അതിന് സമ്മതിച്ചത്, ഇതിന് വരാമെന്നുള്ള സമ്മതിച്ചത്. തീർച്ചയായിട്ടും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. അങ്ങ് അതിനുവേണ്ടി സമയം മാറ്റിവെക്കുകയും അതിനുവേണ്ടി ഇവിടെ പങ്കെടുക്കുകയും ചെയ്തതിൽ ഹൃദയത്തിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി സാർ. അനീഷ് രാജൻ സാറ് പറഞ്ഞൊക്കെ കുറച്ചങ്ങ് കൂട്ടി പറഞ്ഞതേ ഉള്ളൂ. സാറിന് ഞാൻ 1-2 വേദിയിലൊക്കെ വിളിക്കും. അദ്ദേഹം അതിനൊക്കെ അവസരം ഉണ്ടെങ്കിൽ അദ്ദേഹം വരാറുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ കൾച്ചറിൽ സാധാരണ വരുന്നത് ഒന്നും അറിയാൻ മേലാത്ത ആൾക്കാരാണ്. ഇതിനെക്കുറിച്ച്, ഈ രംഗത്തെക്കുറിച്ച്, കലാരംഗത്തെക്കുറിച്ച് ഒരു ബോധമില്ലാത്ത ആൾക്കാരാണ് സാധാരണ അവിടെ വരാറുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയും വ്യക്തമായ ചിന്തയുമുള്ള ഒരാൾ കൾച്ചറൽ മിനിസ്ട്രിയിൽ വരുന്നത്. മലയാളത്തിൻ്റെ ഒരുപാട് കലകളെ അംഗീകരിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത സംഭാവനകൾ കഴിഞ്ഞ 2 വർഷമായിട്ട് അദ്ദേഹം ചെയ്ത സംഭാവനകൾ നോക്കിയാൽ മതി. എത്രയോ കലാകാരന്മാർക്ക് അംഗീകാരം, എത്രയോ കലകളെ അംഗീകരിക്കാൻ കൾച്ചറൽ മിനിസ്ട്രി മലയാള കലകളെ. അത് കണക്ക് തന്നെ ഗംഗാ മീറ്റ് കാവേരി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇപ്പോൾ ഈയിടെ ചെയ്തു. അത് എന്ത് ഗംഭീരമായിട്ട് കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ പടയണി കണക്കുള്ള കലകളെയാണ് അദ്ദേഹം കൊണ്ടുവന്ന് കർത്തവ്യപത്തിൽ അവതരിപ്പിച്ചത്. എന്നാൽ ആ രീതിയിൽ കലയെ പ്രോത്സാഹിപ്പിക്കാനും, അത് ഞാൻ ആദ്യം എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ അറിഞ്ഞ അദ്ദേഹം യൂണിവേഴ്സിറ്റി ഭരതനാട്യത്തിന് 1ാം റാങ്ക് ഓർഡറായിരുന്നു എന്നുള്ളത്. അന്നേരം ആ രീതിയിൽ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന, കലയെ സ്നേഹിക്കുന്നു. എവിടെ വന്നാലും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുക. നമ്മൾ ഏത് കാര്യത്തിനും, കലയുടെ കാര്യത്തിനും അദ്ദേഹത്തിനെ പോയി കണ്ടോളൂ. കഥകളി സെൻറ്ററിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ, മറ്റ് ഇവിടെ ഇരിക്കുന്ന അനീഷ് കണക്കുള്ള ആൾക്കാരുണ്ട് ഇവിടെ. അന്നേരം അവർക്കൊക്കെ അറിയാം കലാരംഗത്ത് അദ്ദേഹം ചെയ്യുന്ന, കുഞ്ഞിരാമനെ അങ്ങനെയുള്ള എല്ലാ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഏതെല്ലാം രീതിയിലാണ് അദ്ദേഹം സഹായിക്കുന്നതെന്ന് തീർച്ചയായിട്ടും അത്ര രീതിയിലാണ് സഹായം നടത്തുന്നത്. കൾച്ചറൽ മിനിസ്ട്രിയിൽ ഇപ്പം മലയാള കലകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും കൂടുതൽ മുന്നോട്ട് നയിക്കാനും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് കലാകാരന്മാരെ അംഗീകരിക്കുന്നതിലൂടെ, ഇപ്പോൾ ഫെലോഷിപ്പ് കൊടുക്കുന്നതിലൂടെ അംഗീകരിക്കുന്നവരെ, അറിയപ്പെടാതെ പോകുന്ന ഒത്തിരി കലാകാരന്മാരെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു പെൻഷൻ കൊടുക്കുന്ന സ്കീമുണ്ട്, ഒത്തിരി സ്കീമുണ്ട്. ആ സ്കീമിൻ്റെയൊക്കെ പ്രയോജനങ്ങൾ നമ്മളെ മലയാളികളായ കലാകാരന്മാരെ എത്തിക്കുന്നതിൽ എന്തും ബദ്ധസ്ഥിരിക്കുന്ന മലയാളികൾക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട്, ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിനോട്.
അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ വലിയ ഒരു അനുഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഭരസാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വാക്കുകളില്ല പറയാൻ. കാരണം കഴിഞ്ഞ ഒരുപാട് വർഷക്കാലത്തെ സൗഹൃദ ബന്ധമാണ്. അദ്ദേഹം ഇന്ന് അദ്ദേഹം ഇവിടെ ഇങ്ങനെ ഫംഗ്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പങ്കെടുക്കാമെന്ന് പറഞ്ഞു. സംഗതി ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. കാരണം എന്നും നമുക്കൊരു അദ്ദേഹം പറഞ്ഞ കണക്ക് ഔദ്യോഗിക തലങ്ങളിൽ ഞാനങ്ങനെ ഒരു കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടില്ല. ഒരു കാര്യത്തിനും അദ്ദേഹം ഔദ്യോഗിക തലങ്ങളിൽ അങ്ങനെയുള്ള ലെവലിലോട്ട് പോകേണ്ട ഒരു രീതിയല്ല. കാരണം അത് ഒരു പ്രാവശ്യം ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഈ ബിസിനസ് നടത്തുന്ന ആൾക്കാർ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു പ്രാവശ്യം ഈ പോലീസ് ഉദ്യോഗസ്ഥ ഉന്നത മേഖലകളിൽ നിന്ന് ഉന്നത സ്ഥലത്ത് നിന്ന് നമുക്ക് സഹായം ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ ആ കാര്യങ്ങൾ നടക്കും. പക്ഷേ ഈ ചെയ്ത ആൾ ആ പക വെച്ചുകൊണ്ടിരിക്കും. മേളിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന്. അത് പിന്നെ നമുക്ക് റെഗുലറായിട്ടുള്ള പിന്നെ അതേ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒരു വർഷം ആ തലത്തിൽ നിന്ന് അദ്ദേഹം മാറിയോ അടുത്ത ദിവസം തീർച്ചയായിട്ടും അവൻ ആലോചിച്ചിട്ട് വെച്ച് പണി തരും. എന്നിട്ട് ഇത് പരമാവധി ഞാൻ ഒഴിവാക്കാനേ ശ്രമിക്കുള്ളൂ. അത് ഒരു കച്ചവടമാണ്. അത് ആ രീതിയിൽ അങ്ങ് നടക്കും. ആ രീതിയിലാണ് ആ കാര്യങ്ങൾ നടത്തുന്നത്. പക്ഷേ അല്ലാണ്ട് രീതിയിൽ ഒരുപാട് ഇപ്പം ഞാൻ അദ്ദേഹമായിട്ട് ശബരിമലയ്ക്ക് പോകാറുണ്ട്. അദ്ദേഹമായിട്ട് പല യാത്രകളും നടത്തിയിട്ടുണ്ട്. ഒരുപാട് നമുക്ക് പ്രചോദനമായിട്ട് ഇപ്പം ശബരിമലയിൽ ഞാൻ ഓർക്കുന്നുണ്ട്. ശബരിമലയിൽ അന്ന് ഒരു കേസ് വന്നപ്പോൾ, ഒരു കറപ്ഷൻ കേസ് ശബരിമലയിൽ വന്നപ്പം അന്ന് പരിപൂർണസ്വാമി ഏറ്റെടുത്തിട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടൊരു കേസുണ്ട്. അന്നേരം ഇദ്ദേഹത്തിനെ അന്ന് കംപ്ലയിൻറ്റ് കൊടുത്ത രാധാകൃഷ്ണ ചേട്ടൻ അമ്പലപ്പുഴക്കാരനാണ്. അന്നേരം അദ്ദേഹത്തിന് അറിയത്തില്ല. ഞാൻ രാധാകൃഷ്ണ ചേട്ടനെ കൊണ്ട് അന്വേഷണ ചുമതല അദ്ദേഹത്തിനായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് പരിചയപ്പെടുത്തുകയും ആ അന്വേഷണം വളരെ കാര്യക്ഷമമായിട്ട് അദ്ദേഹം നടത്തുകയും ചെയ്തു. അന്നേരം അങ്ങനെയുള്ള പൊതുബോധത്തിലുള്ള കാര്യങ്ങൾക്ക് ഞാൻ സഹായം ആവശ്യപ്പെടാറുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ ഉള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ലോകത്ത് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രമുഖ വ്യക്തിത്വം ടി കെ നായർ സാറാണ് ഇതിൻ്റെ അവതാരിക എഴുതിയത്. ഞാൻ ടി കെ നായർ സാറിനെയും മാധവൻ നായർ സാറിനെയും മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ ഈ സാമൂഹ്യ ജീവിതം, ഓംചേരി മാഷിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ഡൽഹിയിലെ സാമൂഹ്യ ജീവിതം വർണ്ണിക്കാനേ സാധിക്കത്തില്ല. കാരണം എന്നെ കൈപിടിച്ച് ഇതിനകത്തോട്ട് കൊണ്ടുവന്നത് മാധവൻ നായർ സാറ്, ടി കെ നായർ സാർ, ഓംചേരി മാഷാണ്. അദ്ദേഹം ഈ ബുക്കിൻ്റെ അവതാരി എഴുതാൻ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഓംചേരി മാഷ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അധ്യക്ഷം വഹിക്കേണ്ട ആളാണ്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് എല്ലാ പൊതുരംഗത്തേക്കും കൈപിടിച്ച് കൊണ്ടുവന്നത് മാഷിന് നിർബന്ധപൂർത്തിയായിരുന്നു. മാധവൻ നായർ സാറുണ്ട് കൂട്ടത്തിൽ. ടി കെ നായർ സാർ എല്ലാ കാര്യത്തിനും ഒരു ഔദ്യോഗിക കാര്യങ്ങൾക്ക് ഇതുവരെ, കാരണം അദ്ദേഹം പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ പറഞ്ഞാലും ചെയ്തില്ല, അത് വേറെ കാര്യം. ടി കെ നായർ സാറിൻ്റെ അങ്ങനെയാണ് പേഴ്സണാലിറ്റി. പക്ഷേ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും പൊതുരംഗത്ത് ഡൽഹി മലയാളികളെ സഹായിക്കുന്നതിന്, ഇപ്പം അമ്പലത്തിൻ്റെ കാര്യമാണെങ്കിലും ഡൽഹി മലയാളി അസോസിയേഷൻ്റെ കാര്യമാണെങ്കിലും NSSൻ്റെ ബിൽഡിംഗ് ആണെങ്കിലും മുസ്ലിം കൾച്ചറൽ സെൻ്റർ ആണെങ്കിലും ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ടി കെ നായർ സാറിൻ്റെ സംഭാവന 2004 തൊട്ട് 2014 വരെ മലയാളികൾ ഒരുപാട് സ്നേഹം അനുഭവിച്ചാണ്, ഒരുപാട് സംഭാവനകൾ അനുഭവിച്ചാണ്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ട് കടന്നിട്ട് പോയതാണ്. അന്നേരം അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ആ രീതിയിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ്. ഇവരുടെയൊക്കെ നിഴലായിട്ടാണ് നമ്മൾ നടന്നിരുന്നത്. ഇവരുടെ 3 പേരുടെ ഒരു നിഴലായിട്ട് ഞാൻ പുറകിലുണ്ടായിരുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ അതിപ്പം കെ പി മേനോൻ സാറിനെ കണക്കുള്ള ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. കേരള സ്കൂളിൻ്റെ സംഭാവനകൾ, MKG പിള്ള സാറുണ്ട്. എത്രയോ മലയാളികൾ എന്തുമാത്രം സംഭാവനകൾ ഇതിനകത്ത് ചെയ്തിട്ടാണ് പോകുന്നത്. വിജയൻ പിള്ളച്ചേട്ടനുണ്ട്. എന്തെല്ലാം രീതിയിൽ അദ്ദേഹം ഇരുന്ന സമയത്ത് ഏത് പൊസിഷനിലാണോ ഇരുന്നത്. ഡൽഹിയിലുള്ള മലയാളികളുടെ ഏറ്റവും വലിയ സ്ഥിതി, ഇപ്പോൾ PK സുരേഷൊക്കെ എന്തുമാത്രം ആൾക്കാരെയാണ് സഹായിക്കുന്നത്. രമേശ് നമ്പ്യാർജി അമ്പലം നോക്കി നടത്തുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ. നമ്മുടെ റോബി ചാനൊക്കെ അച്ഛനൊക്കെ എന്ത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. മലയാളികളുടെ യശസ് ഉയർത്തുന്ന രീതിയിലാണ് ഇവരെല്ലാം. അശോകനെ കണക്കുള്ള ആൾക്കാർ എന്തെല്ലാം സംഭാവനകളാണ് ചെയ്യുന്നത്. യുദ്ധത്തെക്കുറിച്ച് നമ്മൾ എന്ത് രീതിയിലുള്ള അറിവ് വേണേലും ഇവിടെ അന്വേഷിച്ചാൽ പോരെ. തീർച്ചയായിട്ടും നമുക്ക് പ്രസന്നൻ സാറിനോട് ചോദിച്ചാൽ മതി എന്ത് കാര്യങ്ങളാണ്. അങ്ങനെ മലയാളികളായ ഒരുപാട് വ്യക്തിമുദ്ര വായിച്ച ആൾക്കാരുണ്ട് ഇവിടെ ഡൽഹിക്ക് ഒരുപാട് സംഭാവന നൽകി കടന്നിട്ട് പോയ ജയരാജാണേലും സുബ്രഹ്മാൻ സാറാണേലും എല്ലാവരും അന്യോന്യം സഹകരിച്ചിട്ടാണ്. ഞാൻ ഇവരോടൊക്കെ ആരോടൊക്കെ ഉണ്ടെങ്കിലും എന്തെല്ലാം കാര്യം, ഏത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കാര്യത്തിനൊക്കെ എന്നും സഹായകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുള്ളൂ. സമൂഹത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചുള്ളൂ. ഇപ്പം ഡൽഹിയിൽ തന്നെ ആണെങ്കിൽ ഏഷ്യാനെറ്റ് പറഞ്ഞ പ്രശാന്ത് രഘുവംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെയും കേൾക്കാൻ നമുക്ക് സാധിക്കത്തില്ല. കാരണം ആ ഒരു ഐഡൻറ്റിറ്റിയാണ് ഓരോരുത്തർ. അവിടെ ഡൽഹിയിൽ ഒരു ഐഡൻറ്റിറ്റി, വ്യക്തിമുദ്ര പതിപ്പിച്ച് കടന്നുപോയ എത്രയോ ആൾക്കാരുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജോമിജിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള പത്രപ്രവർത്തനത്തിൽ എന്നും വളരെ മാതൃക കാണിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ. അത്ര ഒരു വലിയ സുഹൃത്ത് ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്.
ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വലിയ സുഹൃത്ത് ബന്ധം കിട്ടിയത് തന്നെയാണ് എൻ്റെ ഭാഗ്യം. നമ്മൾ ഈ പ്രവർത്തനത്തിൽ, ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും അസോസിയേഷൻ സംഘടനാ പ്രവർത്തനങ്ങൾ, ഞാനും രഘുനാഥും ഒക്കെ മാനുവൽ ജെ കെ എന്ന് പറഞ്ഞാൽ ഒരു സഹോദരങ്ങളെ കണക്ക് പ്രവർത്തിക്കുന്ന ഒരു ആൾക്കാരാണ്. കാരണം ഇവർ ഏത് വിഷമഘട്ടത്തിലും ഏത് ഘട്ടത്തിലും നമ്മുടെ ഒപ്പം നിൽക്കാനായിട്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്നേഹബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടോ ജയപ്രകാശിയുണ്ട്. ഇങ്ങനെ നമുക്ക് എത്ര ആൾക്കാരുടെ പേരെടുത്ത് പറഞ്ഞാലും മതിയാകാത്ത രീതിയിലുള്ള ബന്ധങ്ങളാണ് ഡൽഹി എനിക്ക് സംഭാവന ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത് തന്നെ ഇപ്പം ഇവിടെ ഇരിക്കാൻ പോലും സീറ്റില്ലാതെ ഇത്രയും ആൾക്കാർ വന്ന് അജിത്തിനെ കണക്കുള്ള ആൾക്കാർ, ലക്ഷ്മൺജി കണക്കുള്ള ആൾക്കാർ, എത്ര പേരാണ്, അജിത് മണിയനെ കണക്കുള്ള ആൾക്കാർ. ഞാൻ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ആൾക്കാരുടെ പേര് എനിക്ക് പറയേണ്ടി വരും. നമ്മളെല്ലാവരും ഇപ്പോൾ കാമരാജ് സാർ വന്നിട്ടുണ്ടായിരുന്നു. കാമരാജ് സാർ ഇപ്പോൾ പോയതേ ഉള്ളൂ. തീർച്ചയായിട്ടും ആരിസ് ബിരാഞ്ചി എന്നിട്ടുണ്ട്. ഇപ്പോൾ പോയി അദ്ദേഹം വേറെ ഇങ്ങോട്ട് പോകണം. അങ്ങനെ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ എനിക്ക് സമ്പാദിക്കാൻ സാധിച്ചു ഡൽഹിയിലെ പ്രവർത്തനത്തിലൂടെ. തീർച്ചയായിട്ടും അതിലാണ്, കാരണം ഇതൊരു വലിയ അനുഭവമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ സുഹൃത്ത് ബന്ധങ്ങൾ തന്നെ തിരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഈ ബുക്ക് എഴുതാനായിട്ട് ഏറ്റവും പ്രചോദനപരമായിട്ട് തന്നെ DC രവിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വരാവുന്നതാണ് അദ്ദേഹം ഏറ്റിരുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാണ് അദ്ദേഹം ഇന്നിവിടെ എത്താതിരുന്നത്. ഇതിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ടായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞില്ലായിരുന്നു ഞാൻ ഒരിക്കലും എഴുതത്തില്ലായിരുന്നു. പറയുകയാണ് അദ്ദേഹം അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാം, അല്ലെ DC ബുക്സിൻ്റെ നിലവാരത്തിലുള്ളൊരു ഇത് പബ്ലിഷ് ചെയ്യാമെന്ന് പറയുന്നത് തന്നെ ഒരു അംഗീകാരമാണ്. അല്ലെങ്കിൽ അവരുടെ നിലവാരത്തിലുള്ള അല്ല ഈ ബുക്ക്. അവരുടെ നിലവാരത്തിലോട്ട് എത്താൻ ശ്രമിക്കണം. ഇനി ശ്രമിക്കുവാൻ എന്നാലും ആ ഒരു സ്നേഹബന്ധമാണ് പബ്ലിഷ് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത്. തീർച്ചയായിട്ടും അവരോട് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ സുധീർനാഥിൻ്റെ ആദ്യം തുടക്കം മുതൽ തന്നെ എൻ്റെ കൂടെ കോഴിക്കോട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ആദ്യം 2-3 വർഷമായിട്ട് നിരന്തരം എൻ്റെ കൂടെ വരുന്നതാണ്. അദ്ദേഹം അവിടെ കാണും, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം അദ്ദേഹം 5 ദിവസം അവിടെ ഉണ്ട്, ഞാൻ ഒരു ദിവസം മാത്രം പോയി കറങ്ങി വരുന്ന ഒരാളാണ്. ഈ ബുക്ക് എഴുതാനും ഈ ബുക്കിന് ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്യാനും ഓരോ ഘട്ടത്തിലുള്ള ഉപദേശങ്ങൾ തരാനും കാണിച്ച ഔത്സുക്യം തീർച്ചയായിട്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സുധീർനാഥിയോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അവിടെ ചെല്ലുമ്പോഴാണ് ഈ പുസ്തകം എഴുതി കംപ്ലീറ്റായിട്ട് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരുപാട് തെറ്റുകളുണ്ടെന്ന് എനിക്ക് തന്നെ ബോധ്യമുണ്ട്. ഇതൊന്ന് കറക്റ്റ് ചെയ്യണം. ഭാഷ ഉപയോഗിക്കുന്നതിൽ എനിക്ക് വലിയ പ്രാവീണ്യമൊന്നുമില്ല. അങ്ങനെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് ഭാഷയാക്കണം. എന്നാലും ഇരുന്ന് ഡിസ്കസ് ചെയ്ത് പ്രസൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായം ചെയ്തു. ഇത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് പോളിഷാക്കുന്ന രീതിയിലുള്ള സഹായ സഹകരണം, ഇതിനെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അദ്ദേഹം വെരിഫൈ ചെയ്തു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പ്രസൂൺജി 1 ദിവസം 2 ദിവസം മുഴുവൻ ഇതിന് വേണ്ടിയിട്ട് ചിലവഴിച്ച് അവിടെ ഇരുന്നിരുന്നു. പിന്നെ അവിടെ എഡിറ്റ് ചെയ്ത സാന്ദ്ര എന്ന് പറഞ്ഞ DC ബുക്സിൽ അവരാണെങ്കിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തു. അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ എണ്ണിയാൽ പറഞ്ഞു തീരാണെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ സഹായങ്ങൾ പറയേണ്ടി വരും. ഇത് ഞാൻ പോലും വിചാരിച്ചിട്ടില്ല നിങ്ങൾ ഇത്രയും ആൾക്കാർ ഇവിടെ വരുമെന്ന്. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം. ഞാൻ ഈ വേദി ചെറുതായി പോയെന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. ഇത് ആൾക്കാർ ഇത്രേ കാണത്തുള്ളെന്ന് വിചാരിച്ചിട്ടാണ് കേരള ഹൗസിൽ അറേഞ്ച് ചെയ്തത്. ഞാൻ സുധീറിനോട് ചോദിച്ചാണ് ഇത് കേരള ഹൗസിലാകുമ്പോൾ. അന്നേരം സുധീർ പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് നിന്നാലേ കുറച്ച് രസമുള്ളെന്ന്. ഞാൻ പറഞ്ഞ ആൾക്കാർ വന്ന് നിങ്ങൾ കൂടുതൽ ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ പ്രഭാവമില്ലെന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങളോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നമുക്ക് ഇനി രഘുനാഥ് എന്നോട് ആദ്യം പറഞ്ഞു ആൾക്കാർ നിൽക്കൂ കേട്ടോ, ആൾക്കാർ വഴക്ക് പറയും കേട്ടോ, വിളിച്ചു വരുത്തിയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞ് ഇതെല്ലാം വന്നത് സ്നേഹത്തിൻ്റെ ഇതിലാണ് വന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹമാണ്. ഇനി സത്യം പറഞ്ഞാൽ ഡൽഹി മലയാളികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു തന്നെയാണ് ജീവിതത്തിലൊരു വലിയ മഹാഭാഗ്യം. നിങ്ങളോടൊക്കെ ഒപ്പം ചെലവഴിക്കാൻ സാധിച്ചത്. ഇനി എഴുതുവാണെങ്കിലും നിങ്ങളോടൊക്കെയുള്ള അനുഭവങ്ങൾ എഴുതുള്ളൂ. എന്തെങ്കിലും ഇനി ബാക്കിയുണ്ട് ഇതേ ഉള്ളൂ എഴുതാനായിട്ട്. ബാക്കിയൊന്നും ബാക്കിയില്ല ഇനി എഴുതാനായിട്ട്. നിങ്ങളോടുള്ള അനുഭവം, ഞാൻ എൻ്റെ ഡൽഹി ജീവിതവും അത് തീർച്ചയായിട്ടും ഞാൻ എഴുതും. അത് നിങ്ങൾ ഓരോ വ്യക്തികളും ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. തീർച്ചയായിട്ടും ഈ നിങ്ങളോടെല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. ഈ ഹാൾ തന്ന കേരള ഹൗസിനോട് കടപ്പാടുണ്ട്. എല്ലാവരോടും. വീട്ടിൽ ചെന്ന് നന്ദി പറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ ചെന്ന് തരുമായിരിക്കും ചിലപ്പോൾ. എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എങ്ങനെയാണ്
ഈ ഒരു ചെറിയ പുസ്തകം വായിച്ചു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യമേ. തീർച്ചയായിട്ടും ഇതിൻ്റെ വരുമാനം മുഴുവൻ ഈ സിനിമ ബാറസാർ പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ. കാരണം സിനിമ 100 ദിവസം ഓടിയ സിനിമ എൻ്റെ. വെള്ളി നക്ഷത്രം എന്നാണ് പിക്ചറിൻ്റെ പേര്. ഇന്നും ടി വിയിലിടയ്ക്ക് വരാറുണ്ട്. ഞാനും രമേശ് ജിയാണ് എൻ്റെ കൂട്ടത്തിൽ പാർട്ണറായിട്ടുണ്ടായിരുന്നത്. രമേശ് നമ്പ്യാരാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പൈസ പോയതേ ഉള്ളൂ, കിട്ടിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പിടിച്ച പിക്ചറാണ്. പൈസ കിട്ടാമെന്ന് പടം ഓടാത്തതുകൊണ്ടല്ല, പടം അന്ന് ഓടിച്ച ആൾക്കാർ അതിനകത്ത് ഞങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് പടം കിട്ടാമെന്ന്. അല്ലാണ്ട് ഇത് പറഞ്ഞല്ലോ ചിലവില്ലല്ലോ, ചിലവില്ലാത്തതുകൊണ്ട് പറ്റിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുകയാണ്. ചാരിറ്റിക്ക് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ഇത് അങ്ങനെയെങ്കിലും വിറ്റുപോട്ടെന്നായിരിക്കും ചിലപ്പോൾ ഉദ്ദേശമെന്നായിരിക്കും വിചാരിക്കുന്നത് നിങ്ങളെല്ലാവരും. തീർച്ചയായിട്ടും ഇതിനെ വന്നതും പങ്കെടുത്തതും ഇതിന് രീതിയിൽ നിങ്ങളോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.